സജീവ് ബ്രദർ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ച് നമ്മളെ സഹായിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി നന്ദിയോടെ സ്തോത്രം. ദൈവമേ, ഞങ്ങൾ വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം അവിടുന്ന് കർത്താവെ ചെമ്പൂരിലെ ദേശത്ത് നിന്ന് ഈ പ്രദേശത്ത് കടന്നു വരുവാനും കഴിഞ്ഞ രാത്രിയിലും പകലും കർത്താവിൻ്റെ കൃപ ഞങ്ങളോട് കൂടെയിരുന്നു. പകൽ ഇതുവരെയും ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെയിരുന്നു പരിപാലിച്ചതിനാൽ സ്തോത്രം. കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ 70 വർഷക്കാലം ചെമ്പൂരിലെ ദേശത്ത് കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം. ലോകത്തിൻ്റെ 5 വൻകരകളിലെ കർത്താവെ ദൈവമക്കൾ വ്യാപരിക്കുവാനും ആ സഭയിൽ നിന്ന് കടന്നു പോകുവാനും വിവിധ ഇടങ്ങളിൽ കർത്താവെ ജോലി ചെയ്യുവാനും എല്ലാം സഹായിക്കുന്നില്ല. ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരുണ്ടല്ലോ കർത്താവെ, അവരെല്ലാം അനുഗ്രഹിക്കണം. വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. പിന്നെയും ആ ദേശത്ത് മാതൃകയോടുകൂടി ജീവിക്കുവാൻ ദൈവം ഞങ്ങൾ കൃപ തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ദൈവം സഹായിച്ചു വചനം ശുശ്രൂഷിപ്പാൻ ദാസനെയെല്ലാം കർത്താവ് ബലപ്പെടുത്തിയതിനാൽ നന്ദിയോടെ സ്തോത്രം. കഷ്ടങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ വരുമ്പോൾ കർത്താവ് ഞങ്ങളുടെ സഭയിൽ അത് അറിയിക്കുവാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും ജീവിതങ്ങളെല്ലാം ദൈവം ഒരുക്കുന്നതിനാൽ സ്തോത്രം. കർത്താവെ, ശ്രദ്ധയേറിയ പ്രാർത്ഥന, സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുമെന്നുള്ള വചനങ്ങൾ കേൾക്കുവാൻ ദൈവം ഇടയാക്കിയതിനാൽ സ്തോത്രം. വചനം ശുശ്രൂഷിപ്പാൻ ദാസനെയും ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം. ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കടന്നു വരാൻ കഴിയാതെ വണ്ണം ഭവനങ്ങളിൽ രോഗികളായി ഭാരപ്പെടുന്ന ഒരു കർത്താവെ, ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കും വിടുതൽ അനുഭവിപ്പാൻ ഇടയാക്കണം. ഞങ്ങൾ കടന്നു വന്നത് കർത്താവ് ഈ കോമ്പൗണ്ടിന് അനുഗ്രഹമായി തീരുവാൻ, അവരും കർത്താവിനെ കണ്ടെത്തുവാൻ ദൈവമേ ഒരു അവസരം അവർക്ക് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാശത്തിൽ നിന്ന് അവർ വിടുതൽ കിട്ടുവാൻ അവർക്കും സഹായിക്കണം. ഇത് അവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ ഈ കർത്താവെ, അവരെങ്കിലും കർത്താവിൻ്റെ പാതയൊന്ന് തിരഞ്ഞെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചാട്ടെ. വചനം ശുശ്രൂഷിപ്പാൻ ദാസനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. അബ്രഹാം കള്ളി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിന് വേണ്ട ആരോഗ്യവും ബലമെല്ലാം കൊടുത്ത് കർത്താവ് കാത്തുകൊള്ളുമാറാണ്. കടന്നു വന്ന എല്ലാവരും ഒരുപോലെ കാത്ത് പരിപാടി, ആർക്കും ശാരീരികമായ ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകാതെ കൊണ്ട് ദൈവം കാത്ത് ഞങ്ങൾ മടങ്ങി പോകുന്നവരെയും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാവും. ഉച്ചവരെ കർത്താവെ സെക്കൻഡ് സെക്ഷനെ കർത്താവ് അനുഗ്രഹിക്കണം. വചന ശുശ്രൂഷിപ്പാൻ ദാസനെ ബലപ്പെടുത്തണം. ഞങ്ങളുടെ ദേഹത്തെ ഈ ആത്മാവിനെ കർത്താവ് ശക്തീകരിക്കണമേ. കൃപയിൽ ഞങ്ങളെ നിറയ്ക്കണം. കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. വരവിനായിട്ട് ഞങ്ങളെ ഒരുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കൊയറിനെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. अब तक परमेश्वर हमें चलाता रहा, कल शाम के सेशन और आज सुबह के सेशन के बाद में, जब हम परमेश्वर के उस महान करुणा को, प्रेम को याद करते हैं, तो उसी समय हम इस बात को भी जानते हैं कि परमेश्वर के वचन में लिखा है कि जब स्वर्गदूत उसकी आराधना करते तो वे उनके 6 जो पंख हैं उसमें से 2 को अपने मुंह को वो ढांप लेते, 2 से अपने पैरों को ढांप लेते और 2 से उड़ते हुए वो कहते हैं, सेनाओं का परमेश्वर तू पवित्र 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 है. God of hosts, you are holy, holy, holy. Forever he is holy. Let's all stand up, and we have been sitting. Let us stand up. Let's sing the song which says, holy forever. A 1,000 generations falling down in worship to sing the song of ages to the Lamb. And all who've gone before us, and all who will believe, will sing the song of ages to the Lamb. Once again, we'll sing that. 1,000 generations falling down in worship to sing the song of ages to the Lamb.
and all the land before us, and all the believe will sing the song of ages to the Lamb. Your name is the highest, your name is the greatest, your name stands above them all truth and dominion, all powers and position. Your name stands above them all, and the angels cry, holy, all creation cries for you. You are lifted high. Oh, holy, holy forever. If you've been forgiven, if you've been redeemed, sing the song forever to the Lamb. If you walk in freedom, if you bear His name, sing the song forever to the Lamb. We'll sing the song forever, and the angels cry, holy, all creation cries, holy, you're all lifted high, holy, holy forever. Your people sing, oh, 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 to the King of Kings. Oh, oh, you will always be. Oh, holy, holy forever. Your name is the greatest. Your name is the greatest. Your name stands above them all. On truth and dominion, all power and position. Your name stands above them all. The angels cry, oh, 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 all creation cry, Lord, oh, oh, you're lifted high, oh, holy forever. Hear the people sing, oh, to the King of Kings. Oh, you will always be. Oh, holy forever. मैं हाथ उठाकर गाऊंगा, यीशु तेरा नाम रहे ऊंचा। मैं हाथ उठाकर गाऊंगा, यीशु तेरा नाम रहे ऊंचा। मैं हाथ उठाकर गाऊंगा, यीशु तेरा नाम रहे ऊंचा। मैं हाथ उठाकर गाऊंगा,
ईशु तेरा रहे ऊंचा आदर और महिमा हो तेरी खुदा पूरी हो तेरी मर्जी आज तेरा यीशु तेरा यीशु प्रभु जी तेरा नाम ऊंचा उठाता है सूर्य Jesus. धन्यवाद देते हैं इस सुंदर वक्त के लिए प्रभु जी तेरे चरणों में जब हम बैठते हैं प्रभु जी तेरा नाम आज जो जो सेशन यहाँ पर होते हैं उसके द्वारा ऊंचा उठाया जाए हमारी महिमा के लिए नहीं प्रभु जी तेरी महिमा के लिए सारा कार्य होने पाए बस यीशु के नाम से मांगते हैं आमीन പ്രൈസ് ലോർഡ്. ദൈവവചനത്തിൽ നമ്മൾ കേൾക്കുകയും നല്ല അനുഭവങ്ങളും ദൈവവചനത്തിന്റെ ശിക്ഷണവും നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയുള്ള അല്പസമയം നമുക്ക് ചില മെമ്മറീസ് കേൾക്കുവാനുള്ള അവസരങ്ങളാണ്. അതിനായിട്ട് അത് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ 70 വർഷക്കാലം വലിയവനായ ദൈവം നമ്മെ ഐശ്വര്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ വലിയ പട്ടണത്തിൽ താങ്ങി. ചെമ്പൂരെ കമ്മ്യൂണിസ്റ്റുകാരെയും പെന്തക്കോസുകാരെയും സൂക്ഷിക്കണം. അവരോട് സഹവർത്തിത്വം വരുത്. ഇന്ന് കേട്ടിട്ട് നമ്മൾ ചിരി വരും. 6 പതിറ്റാണ്ട് മുമ്പ് ബോംബെയിലെ പള്ളികളിൽ വിളിച്ചു പറഞ്ഞ വാചകങ്ങളാണിത്. 70 കൊല്ലം മുമ്പ് ജീവനോപാധി തേടി തിലക് നഗറിലെ 1-ാം നമ്പർ ബിൽഡിങ്ങിന്റെ 6-ാം നമ്പർ മുറിയിൽ ആ കുടിസുമുറിയിൽ ഒന്നിച്ച് പ്രാർത്ഥിച്ച ഒരു കൂട്ടം സഹോദരങ്ങളുടെ ആത്മീയ തീഷ്ണതയുടെ ഫലമായിരുന്നു ആ വാക്കുകളിൽ വെളിവായത്. കേരളത്തിലെ കുഗ്രാമത്തിൽ നിന്ന് ഇല്ലായ്മയിലും തമ്പേറടിച്ച് പാട്ടുപാടി അവർക്ക് സ്ഥലപരിമിതി ഒരു പ്രശ്നമൊന്നും അല്ലായിരുന്നു. 3 സഹോദരങ്ങളുടെ പ്രാർത്ഥന പിന്നീട് അനേക യുവാക്കന്മാർ ഒന്നിച്ചു കൂടുന്ന പ്രാർത്ഥനകളായിട്ട് മാറി. സഭായോഗത്തിന് ശേഷം സുവിശേഷം അറിയിക്കലും പ്രാർത്ഥനകളും അവരുടെ ജീവരക്തമായി. ഇന്നത്തെ സോമയ്യ കോളേജ് ഇരിക്കുന്ന സ്ഥലത്ത് പണ്ട് വെളിമ്പ്രദേശമായിരുന്നു. ആ വെളിമ്പ്രദേശത്ത് പോയി കാത്തിരുന്ന് പ്രാർത്ഥിച്ച യുവജനങ്ങളിൽ ആത്മശക്തി ഇറങ്ങി. തമ്പുരാൻ ആത്മശക്തി പകർന്നു. കേരളക്കരയിൽ നിന്നുള്ള പ്രഗത്ഭ ദൈവദാസന്മാര് അവരുടെ പ്രസംഗങ്ങള്, സുവിശേഷം അറിയിക്കല്, ബൈബിൾ ക്ലാസ്സുകള്, കാത്തിരിപ്പ് യോഗങ്ങൾ, അങ്ങനെ സഭയുടെ വളർച്ച അനുഗ്രഹമായിട്ട് മുമ്പോട്ട് പോയി. ചരിത്രം അത് സത്യസന്ധവും ജീവസുറ്റതുമായിരിക്കണമെന്ന് പ്രശസ്ത ചരിത്രകാരൻ അലൻ നെവിൻസ് പറഞ്ഞിട്ടുണ്ട്. 70 കൊല്ലത്തെ ചരിത്രം ജീവസുറ്റതാകണമെങ്കിൽ
മായ വിവിധ സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയോടെ പാടാൻ, വചനം ശ്രവിക്കാൻ എല്ലാത്തിനുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ട്. ഒരു കാലത്ത് വിയർത്തൊലിച്ച് വെട്ടവും വെളിച്ചവും കയറാത്ത എലിസബത്ത് സ്കൂളിലെ കുടുസ് ക്ലാസ് മുറിയിൽ ബെഞ്ചും ഡെസ്കും, അന്നത്തെ ക്ലാസ് മുറി എന്ന് പറഞ്ഞ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സ്കൂളിൽ ബെഞ്ചും ഡെസ്കും ഒന്നിച്ചിരിക്കുന്ന, അതിനകത്തൂടെ ഒരു സാധാരണ ഒരു മനുഷ്യർക്ക് ഇരിക്കാൻ പറ്റാത്ത സ്ഥലത്താണ്. അങ്ങനെയുള്ള സ്ഥലത്ത് തിങ്ങി ഞെങ്ങി ഇരുന്ന് പാട്ടുപാടി ആരാധിച്ച, ആകെയുള്ള ഒരു ഹാർമോണിയപ്പെട്ടിയുടെ താളത്തിലാണ് അന്നത്തെ ആരാധന നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ സന്തോഷം അനുഭവിച്ച കാര്യങ്ങൾ നമ്മുടെ തലമുറയോട് വിവരിക്കാനാണ് നമ്മൾ ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാർ വിയർത്തൊലിച്ച് ഓടി നടന്ന് സുവിശേഷം അറിയിച്ച തെരുക്കോണുകളിൽ ഇന്ന് നമ്മളുടെ യുവത്വം അവരുടെ സ്വന്തം കാറുകളിൽ ഇരുന്ന് പ്രെയർ ഡ്രൈവ് നടത്തുക. അതിനുള്ള സൗകര്യം നമുക്ക് ലഭിച്ചു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു കാലത്ത് നമ്മുടെ പിതാക്കന്മാരെ അവർ ഭയന്നെങ്കിൽ, ചെമ്പൂരെ പെന്തക്കോസുകാരെ സൂക്ഷിക്കണമെന്ന് വിളിച്ചു പറഞ്ഞെങ്കിൽ, ഇന്ന് നമ്മൾ ക്രിസ്മസ് ദിനത്തിൽ പോലീസ് അകമ്പടിയോടാ സുവിശേഷം അറിയിക്കാൻ പോകുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന്, നമ്മുടെ പ്രാർത്ഥനയുടെ കുറവാണോ, നമ്മുടെ എന്താണ് ആ കാലത്തെ ശക്തി, ആത്മശക്തി ചോർന്നു പോയതാണോ എന്ന് നമ്മളോട് തന്നെ, ഞാൻ ഉൾപ്പെടെയുള്ള ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ടതും ആവശ്യമാണ്. സഭയെ കരുതുന്ന ദൈവദാസന്മാരുടെ ഇടയ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു നമ്മുടെ സഭ. ആഹാരം വെച്ച് വിളമ്പി യുവജനങ്ങളെ സ്നേഹിച്ച ദൈവദാസന്മാർ, അസുഖബാധിതരാകുന്ന ചെറുപ്പക്കാരെ പാഴ്സനേജിലെത്തിച്ച് മാതാപിതാക്കളുടെ സ്നേഹം നൽകി പരിചരിച്ച് ഓരോ കുടുംബത്തിൻ്റെയും സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞ് അവരുടെ ഇല്ലായ്മയിലും വല്ലായ്മയിലും പ്രയാസങ്ങളിലൊക്കെ സ്വാന്തനത്തിൻ്റെ സഹായത്തിൻ്റെ കരമേകി വരാനും നമ്മുടെ സുവിശേഷകന്മാർ. आप लोग क्या है, चर्च में कैसे जाएगा? पास्टर से डर के जाएगा क्या? पास्टर से डर के चर्च में जाएगा क्या नहीं जाएगा? हाँ, चर्च में जाएगा ना. वही ऐसा भी कहानी है. ഉപദേശിയെ പേടിച്ച് സഭായോഗത്തിന് പോകാതിരുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ ഇടയിൽ ഒരു ഉപദേശിയെ പേടിച്ച് ഒരു പാവം സഭായോഗത്തിന് വന്നില്ല. ഞായറാഴ്ച രാവിലെ സഭായോഗത്തിന് ഇറങ്ങി പാതി വഴിയിലെത്തിയപ്പോഴാണ് ആൻറ്റി ഓർത്തെ കതക് പൂട്ടിയോ ഇല്ലയോ എന്നൊരു സംശയം വന്നു. അപ്പോൾ അച്ചായനും പിള്ളേരും കൂടെ ഇഞ്ഞു പോരുന്നു. ആൻറ്റി തിരിച്ച് വീട്ടിലോട്ട് പോയി നോക്കാൻ വേണ്ടി, എന്നിട്ട് പതിയെ തിരിച്ചു വരാമല്ലോ എന്ന് വെച്ചു. തിരുവത്താഴം കഴിഞ്ഞിട്ടും ആൻറ്റി എത്തിയില്ല. ഇന്നത്തെ പോലെ ഫോണോ മൊബൈലോ അങ്ങനെയുള്ള സൗകര്യം, ഫോണിന് അത്രയും വ്യാപകമായിട്ടില്ല, മൊബൈലും ഇല്ല. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ആൻറ്റിയെ കാണാനില്ല. എല്ലാവരും പരേഷനായി ഒക്കെ അന്വേഷിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ചർച്ചകോടിലെ യോഗം കഴിഞ്ഞ് ആൻറ്റി തിരിച്ചു വന്നു. കാര്യം എന്താണെന്നറിയാമോ? 10 മണിക്ക് ശേഷം ആരംഭിക്കുന്ന ആരാധനയിൽ ഇങ്ങോട്ടാരും കയറി വരണ്ടെന്ന ഉപദേശിയുടെ കല്ലേ പിളർക്കുന്ന കൽപ്പന. അത് പേടിച്ച് ആൻറ്റി വന്നില്ല. പേടിച്ച് സഭായോഗത്തിന് പോകാതിരുന്ന ആൻറ്റി ഇന്ന് ഒരു ഉപദേശിയുടെ ഭാര്യ. പേടിപ്പിച്ച ഉപദേശി നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട്, വേണം ചൂണ്ടേ. അതെ, സ്നേഹവും സംരക്ഷണയും മാത്രമല്ല, കൃത്യതയും ശാസനയും നടപ്പാക്കുന്ന ശുശ്രൂഷകന്മാരിലൂടെയാണ് നമ്മുടെ സഭ വളർന്നത്. 1960 ഒരു സഭായോഗത്തിൽ യഹോവയ്ക്ക് ചെലവുള്ള യാഗം അർപ്പിക്കണമെന്ന പ്രസംഗത്തിന്റെ പരിണിത ഫലമായി ഉണ്ടായ ഒരു ധനശേഖരണം 19 വർഷത്തിന് ശേഷം നമുക്ക് സഭാവുണ്ട്. അന്ന് ആരംഭിച്ചാണ് ഒരു മനസ്സിൽ പതിയുവാനിടയായത്. ഒരുപാട് പുത്തൻ കാൽവയ്പ്പുകളുടെ നാന്ദിയാണ് നമ്മുടെ സഭ എന്നതും നമ്മൾ അറിയണം. കീറപ്പായും പൊട്ടിയ തമ്പേറും മുഖമുദ്രയായിരുന്ന പെന്തക്കോസിന്റെ നിന്ന് വിഭിന്നമായി കസേരയിലിരുന്ന് ആരാധിച്ച സഭയാണ്. ഉറങ്ങാനായി ചെമ്പൂര് സഭക്കാർ AC വെച്ചെന്നും വെവ്വേറെ കപ്പുകളിൽ കുടിക്കുന്നതിനാൽ അവരുടെ തിരുവത്താഴം ശരിയല്ലെന്നും ഒക്കെ പറഞ്ഞ് അത് വചനവിരുദ്ധമാണെന്നും ഒക്കെ കളിയാക്കിയ മറ്റ് പെന്തക്കോസുകാരുടെ വിമർശനങ്ങൾക്കിടയിലും ധീരമായ ചുവടുവെപ്പുകളോടെ തിരുവചന ഉപദേശങ്ങളിൽ നിന്ന് കടുകട വ്യതിചലിക്കാതെ ആധുനികതയോടെ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഇതുവരെയും ആരാധിപ്പാൻ കർത്താവ് നമുക്ക്
അവസരം ഒരുക്കി തന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ, കണ്ണുനീരിന്റെ നനവുള്ള ആ പ്രാർത്ഥനയുടെ പിൻബലത്തിൽ വേദനയുടെയും ദുഃഖങ്ങളുടെയും മധ്യത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിച്ചതിൻ്റെ, സുവിശേഷം അറിയിച്ചതിൻ്റെ, ഹാർമോണിയപ്പെട്ടി തലയിലേറ്റി നടന്നതിൻ്റെ, സഭയ്ക്ക് വേണ്ടി സമയം മാറ്റിവെച്ചതിൻ്റെ, അതിഥി സൽക്കാരം ചെയ്തതിൻ്റെ, സഹോദരങ്ങളെ സഹായിച്ചതിൻ്റെ, കൃത്യമായ നിയമാവലികളിലൂടെ ചട്ടക്കൂടുകൾ മെനഞ്ഞെടുത്തതിൽ അതിൻ്റെയൊക്കെ കൂട്ടായ പരിശ്രമമാണ് നമ്മുടെ ഈ സഭ എന്ന് നമ്മൾ മറന്നുപോകരുത്. ദൈവിക പ്രമാണങ്ങളിൽ നിന്നുമാണ് ഇവിടെ വ്യതിചലിക്കുന്നത്. സ്നേഹത്തിൻ്റെയും സഹോദരത്തിൻ്റെയും കൂട്ടായ്മയുടെ രുചി പകർന്ന് ഐക്യതയോടെ മുന്നേറാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ അവസരത്തിൽ നമ്മുടെ ഗോൾഡൻ മെമ്മറീസ് പങ്കുവെക്കുവാനുള്ള ഒരു അവസരമാണ്. അതിനായിട്ട് ആദ്യമായിട്ട് സിസ്റ്റർ ലില്ലി എബ്രഹാമിനെ ക്ഷണിക്കുകയാണ്. ആൻറ്റി ഈ അവസരത്തിൽ തൻ്റെ ഓർമ്മകൾ നമ്മോട് പങ്കുവെക്കുന്നതാണ്. പ്രൈസ് ദ ലോർഡ്. ഇങ്ങനെ ഒരു അവസരം എനിക്ക് സഭയായിട്ട് നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഇന്നലെ കൂടിയപ്പോൾ മുതൽ ഒരുപാട് പഴയ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ചെമ്പൂർ സഭയുമായിട്ടുള്ള അസോസിയേഷൻ തുടങ്ങിയത് 1976-ലാണ്. അന്ന് ഞങ്ങൾ കൂടുന്നത് എലിസബത്ത് സ്കൂളിലായിരുന്നു. എലിസബത്ത് സ്കൂളിൽ കൂടി എന്നൊക്കെ പറഞ്ഞപ്പോൾ സഹോദരൻ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ സുഖം നിങ്ങൾക്കൊക്കെ പിടികിട്ടിയത്. കാരണം KG ചിൽഡ്രൻ്റെ ക്ലാസ് റൂമാണ് ഞങ്ങൾക്ക് അനുവദിച്ചിരുന്നത്. യു ക്യാൻ ഇമാജിൻ ദ സൈസ് ഓഫ് ദ KG ചിൽഡ്രൻ ചെയർസ് and 2 of us used to sit on one chair. I think that is the closest fellowship we ever had. But we have heard about the annual convention, and I have a very, very good memory about that. You may have heard about Pastor S. Joseph, who was instrumental in bringing about a real revival in Bombay, especially among the Catholics and Hindus. A lot of people came to the Lord through him. And he used to be, at that time he was not a pastor, he was attending a church in the city. And then he used to come every year, all the days of the convention. He used to be participating in the Chembur convention. And that's how Daddy and he became friends. From then on, they were friends and together. And later on, how God used him to bring about a great change, a great revival in this city. Praise God for that. അങ്ങനെ ചില പ്രയാസം അനുഭവിച്ചുള്ള ആരാധനയൊക്കെ ആയിരുന്നെങ്കിലും ആത്മീയമായി വളരെ സന്തോഷവും അന്യോന്യമുള്ള ആ ഫെലോഷിപ്പും ഉണ്ടായിരുന്നു. ഇന്നത്തെക്കാളിലൊക്കെ വളരെ അടുത്ത ഫെലോഷിപ്പ് ഫിസിക്കലായും സ്പിരിച്വലായും ആയിരുന്നു എന്ന് ഓർക്കുവാൻ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെയാണ് ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് മിസാർ ഹോൾ ലഭിക്കാനിടയായി. അപ്പം ഈ എലിസബത്ത് സ്കൂളിലെ അതെ, ആ തീരത്ത് സ്ഥലമില്ലാത്ത അവസ്ഥയിൽ നിന്ന് പെട്ടെന്നൊരു വിശാലത മാത്രമല്ല, AC ഒക്കെ ഉണ്ട്, നല്ല സുഖമായ ഒരു സ്ഥലത്തേക്ക് ദൈവം നമ്മളെ നടത്തി. അതിൻ്റെ ഇനോഗ്രേഷനായിട്ട് അന്ന് ഡാഡിയാണ് സെക്രട്ടറി. അപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷനായിട്ട് ഒരു ഡെഡ് ലൈൻ തീരുമാനിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം അതിനിടയ്ക്ക് ആ ഒരു ശനിയാഴ്ച, ഐ തിങ്ക് ദ നെക്സ്റ്റ് ഡേ വാസ് ദി ഇനോഗ്രേഷൻ. സോ എന്നോട് പറഞ്ഞു, യു ഓൾസോ കം വിത്ത് മീ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ഇളയ മകൻ തീരെ ചെറുതായിരുന്നു. അപ്പം ഭർത്താവ് പറയുന്നത് ദൈവത്തിൻ്റെ വാക്കുപോലെ അന്ന് ഞാൻ കരുതിയിരുന്നത്. അപ്പൊ നോ പറയാനുള്ള ധൈര്യം ഉണ്ടായില്ല. ഞങ്ങൾ രണ്ടും പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ പോളിഷിങ് ഓഫ് ദ ഫ്ലോർ വാസ് ഗോയിങ് ഓൺ. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, അതിൻ്റെ പോളിഷ് ചെയ്തുകൊണ്ടിരുന്ന ആളുകളുടെ മെഷീൻ എന്തോ തകരാറ് പറ്റിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ നിലത്ത് കുത്തിയിരുന്ന് അതിങ്ങനെ പോളിഷ് ചെയ്തത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ ഫ്ലോർ തന്നെ ഇപ്പോഴും നമുക്കുള്ളത്. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഡാഡി സെക്രട്ടറി ആയിരുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഫോറിൻ വിസിറ്റിന് പോയതും
അവിടുന്ന് പൈസയൊക്കെ കളക്ട് ചെയ്ത് വന്നിട്ട് അതിൻ്റെ റെസീറ്റ് എല്ലാം എഴുതും. റെസീറ്റ് എഴുതി കഴിഞ്ഞിട്ട് ഈ ആളുകൾക്ക് അത് അയക്കണം. അപ്പം ഞാനും കുഞ്ഞുങ്ങളും കൂടെ ഞങ്ങളുടെ മക്കളും ഞാനും കൂടെ ആണ് the licking process. All the envelopes you have to put those letters, a thank you letter and the receipt, and then we close the envelopes. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ 4ാമത്തെ മകൻ വിളിച്ചപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ചെമ്പൂര് പോവുകയാണ്. അപ്പൊ അവൻ പറഞ്ഞു still that gum is on my lips. അതൊക്കെയാണ് എനിക്കുള്ള ഓർമ്മകൾ. എന്നാൽ അന്നത്തെ സൺഡേ സ്കൂളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, സൺഡേ സ്കൂളിൽ ടീച്ചറായിട്ട് പ്രവർത്തിക്കാൻ തക്കവണ്ണം കർത്താവ് എന്നെയും പേഴ്സണലായിട്ട് സഹായിച്ചു. വളരെ അനുഗ്രഹമായ സൺഡേ സ്കൂൾ നടന്നുകൊണ്ടിരുന്നു. അന്ന് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഞാൻ വരുമ്പോൾ പാസ്റ്റർ കെ വി എബ്രഹാം ആയിരുന്നു പാസ്റ്റർ. പുള്ളിയുടെ വൈഫ് ഗുജറാത്തിൽ തന്നെയായിരുന്നു. അദ്ദേഹം ഇവിടെ തനിയെ താമസിച്ചു. സഹായിക്കാൻ ഒരു പയ്യനുണ്ടായിരുന്നു. നിസാർവാൾ ആയതിനു ശേഷമാണ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്, പാഴ്സണലിൽ ഷിഫ്റ്റ് ചെയ്തത്. അതിനു മുമ്പേ എന്തോ സ്ഥലമായിരുന്നു, ചെമ്പൂർ കോളനിയുടെ അടുത്ത് ആയിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അപ്പോൾ ഈ സൺഡേ സ്കൂളിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് ഒരുപാട് ക്ലാസ്സസ് ഉണ്ടായിരുന്നു, ഒരുപാട് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്ലാസ്, ഞാൻ എടുക്കുന്ന ക്ലാസ് അടുക്കളയിലാണ്, മിസാറുകളിൻ്റെ. ഇപ്പോഴും അങ്ങനെയാ. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞങ്ങൾ വരുമ്പോഴത്തേന് തോമസ് കോശി പാസ്റ്ററിൻ്റെ വൈഫ് കുഞ്ഞുമോള് എല്ലാം കുക്കിംഗ് ഒക്കെ അതിന് മുമ്പേ ശരിയാക്കണം. ഞങ്ങൾ വരുന്നതിന് മുമ്പേ എല്ലാം ശരിയാക്കി എല്ലാം അടച്ച് മാറ്റി വെച്ച് അവർ ഒഴിഞ്ഞു തരും. എന്നിട്ട് ഞങ്ങൾ സൺഡേ സ്കൂളിൽ എടുക്കുമായിരുന്നു. ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായിരുന്നു. അന്യോന്യം വളരെ അടുത്തുള്ള ഒരു ഫെലോഷിപ്പും കൂട്ടായ്മയും ഒക്കെ അനുഭവിക്കാനിടയായി. ആ സമയങ്ങളിൽ ഈ കോട്ടേജ് പ്രേ മീറ്റിങ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഒരു കോട്ടേജ് മീറ്റിംഗ് എനിക്ക് ഒത്തിരി ഓർമ്മയുണ്ട്. കാരണം നിങ്ങൾ ചില പേരുകളൊക്കെ കേട്ടൊന്നുണ്ടായിരുന്നു. തിലക് നഗറിൽ തന്നെ നമ്മുടെ പല ഭവനങ്ങളുണ്ടായിരുന്നു, പല കുടുംബങ്ങളുണ്ടായിരുന്നു. ടി എം എബ്രഹാമിൻ അങ്കിളിൻ്റെ ബ്രദർ ടി എം സാമുവൽ ആൻഡ് കുഞ്ഞുഞ്ഞമ്മ മാമ, ഉണ്ണുണ്ണി അച്ചായൻ ആൻഡ് ഹിസ് ഫാമിലി. 40 ഉണ്ണുണ്ണിച്ചായൻ, എനിക്കിപ്പോഴും ആ നമ്പറൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ ഉണ്ണുണ്ണിച്ചായൻ്റെ വീട്ടിൽ വെച്ച് ഒരു കോട്ടേജ് മീറ്റിംഗ് നടത്തി. അപ്പോൾ പുള്ളിക്കാരൻ്റെ വൈഫ് നാട്ടിലായിരുന്നു മിക്കവാറും. ആ സമയത്ത് പുള്ളിക്കാരി ഇവിടെ വന്നിരുന്നു. അപ്പോൾ വളരെ ആത്മീയ തീഷ്ണതയുള്ളവരാണ് ഇവരെല്ലാവരും, പ്രത്യേകിച്ച് അമ്മാമ്മയും. അപ്പം എല്ലാവരും സഭയിലുള്ള സകല ആളുകൾ വന്ന് കോട്ടേജ് മീറ്റിങ്ങിന് വന്നു. മുമ്പേ പറഞ്ഞ പോലെ ഒറ്റ മുറിയേ ഉള്ളൂ. അതിനകത്ത് ഞങ്ങൾ ആദ്യം കാല് നീട്ടിയിരുന്നു, പിന്നെ കാല് മടക്കിയിരുന്നു, പിന്നെ ഒതുങ്ങിയിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആ ഇരിപ്പും ആ വേർപ്പും. എന്നാലും വളരെ സന്തോഷമായിട്ട് കൂട്ടായ്മ ആചരിച്ച് കോട്ടേജ് മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങളൊക്കെ വീട്ടുകളിലേക്ക് പോകുവാനിടയായി. ആ സമയങ്ങളിൽ ഈ ആറ്റമിക് എനർജി കണക്ഷനും ഉണ്ടായിരുന്നു. ഡാഡി ആറ്റമിക് എനർജിയിലാണ് വർക്ക് ചെയ്യുന്നത്. ജോൺസൺ സാമുവൽ ബ്രദറും ഫാമിലിയും ഞങ്ങൾ രണ്ടു കൂട്ടരും സെയിം ബിൽഡിങ്ങിലാണ് താമസിച്ചിരുന്നത്. അവർ 8th ഫ്ലോറിലും ഞങ്ങൾ 14th ഫ്ലോറിലുമായിരുന്നു. അപ്പോൾ ആ സമയങ്ങളിലുണ്ടായ ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. അവിടെ കുറേ ഹിന്ദുക്കളുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു സ്ത്രീക്ക് വളരെ ഹിന്ദു രീതിയിലുള്ള റിവൈവലൊക്കെ ഉണ്ടായിട്ട് പുള്ളിക്കാരി ഞങ്ങളുമായിട്ട് ഇടപെടുന്ന ഹിന്ദുക്കളും ഉണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ നോക്ക് ആ ഏബ്രഹാമിനെ ആ ജോൺസനെ എല്ലാ ഞായറാഴ്ച അവർ രാവിലെ എഴുന്നേറ്റ് പിള്ളേരെയും കൂട്ടി ചർച്ചിൽ പോകും, നീയൊക്കെ എന്തെടുക്കുക എന്ന് പറഞ്ഞിട്ട് അവരെ കൂട്ടി ഗീത പഠിപ്പിക്കാനും അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ പഠിപ്പിക്കാനുമായിട്ട് തുടങ്ങി. അങ്ങനെ അവരൊരു ചലഞ്ചായിട്ട് ഞങ്ങളുടെ ചർച്ചിൽ പോക്ക് കണ്ടു. ദൈവത്തിന് സ്തോത്രം. വളരെ ഹൃദ്യമായ കൂട്ടായ്മ ആചരിപ്പാൻ, പ്രത്യേകിച്ച് ജോൺസൺ ബ്രദറിൻ്റെ അമ്മച്ചി ഉള്ളപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അമ്മച്ചി ഓർക്കുമ്പം പുള്ളിക്കാരിയെ കണ്ടാലും എൻ്റെ അമ്മയുടെ ഒരു ചെറിയ റിസംബ്ലൻസ് ഉണ്ട്. പുള്ളിക്കാരി എന്നെ ശരിക്കൊരു മകളായിട്ടങ്ങ് ഏറ്റെടുത്തു. അതുപോലെ ഞാൻ അമ്മച്ചിയായിട്ട് എൻ്റെ അമ്മയായിട്ടാണ് പുള്ളിക്കാരിയെ ഏറ്റെടുത്തു. അപ്പം ജെസ്സി ബിസി ആണെങ്കിൽ വെള്ളിയാഴ്ചത്തെ മീറ്റിങ്ങിന് വരാറില്ല. അപ്പം ഞാനും അമ്മച്ചിയും കൂടെ പോകുന്ന വഴിക്ക് എന്നോട് കഥകളൊക്കെ പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞ്, മരിച്ച സമയത്ത് പാസ്റ്റർ ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. അന്ന് ഇവർ ബൊറോഡായി അമ്മച്ചിയുടെ ബോഡിയും കൊണ്ട് വന്നതും എൻ്റെ ഫ്യൂണറൽ നടത്തിയതും ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ എന്താ പറയുന്നത്, ഒരുപാട് പ്ലസന്റ് മെമ്മറീസ് ആണ് ചെമ്പൂരെ പറ്റി ഓർക്കുമ്പോൾ ഉള്ളത്. ഈ കൂട്ടായ്മകൾക്കും എല്ലാറ്റിനുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് കഴിഞ്ഞ് 1988 ഞങ്ങൾ ബൊറിവിളിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ഈ സമയത്തുണ്ടായിരുന്ന പാസ്റ്റേഴ്സ്, ഇപ്പോൾ ചെമ്പൂര് ഞങ്ങളായിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന കെ വി എബ്രഹാം പാസ്റ്റർ, പ്രത്യേകിച്ച് പുള്ളിയെപ്പറ്റി ഒരു കാര്യം എനിക്ക് എടുത്തു പറയാൻ ആഗ്രഹമുണ്ട്. ഏറ്റവും നല്ല ഒരു ഇടയൻ, ശരിക്കും പാസ്റ്റർ എന്നുള്ള പേരിനുള്ള ആ ഒരു ക്വാളിറ്റി. അതിൻ്റെ കാരണം
അദ്ദേഹം ചില ആഴ്ചകൾ ഇവിടെ ഏതെങ്കിലും കാരണത്താൽ ചിലപ്പം ഗുജറാത്തിന് പോയി അല്ലെ നാട്ടിൽ പോയി, അപ്പോൾ ആ സമയങ്ങളിൽ ഒരു ഞായറാഴ്ച വല്ല ഇല്ലെങ്കിൽ പുള്ളിക്കാരൻ അവിടുന്ന് തന്നെ വിളിച്ച് അന്വേഷിക്കും ആരൊക്കെ വന്നില്ല, ആരൊക്കെ വന്നു. ആബ്സെൻറ്റീസിൻ്റെ എല്ലാം ലിസ്റ്റ് പുള്ളിയുടെ കൈ കിട്ടും. എന്നിട്ട് അവരെ വിളിക്കും. അപ്പം ഒരാളെ അല്ല, പലരെ വിളിച്ച, കാരണം ഒരാൾ മറന്നുപോയെങ്കിൽ, ആരുടെയും പേര് മറന്നുപോയെങ്കിൽ എല്ലാ പേരും കിട്ടണം. അതിന് പലരെ വിളിച്ച് കൺഫേം ചെയ്തിട്ട് ആ ആളുകളെ വിളിച്ച് വരാഞ്ഞത് എന്താണ്, തിരിച്ച് വന്ന ഉടനെ ആ വീടുകളിൽ പോയി വിസിറ്റ് ചെയ്യുമായിരുന്നു. അതൊക്കെ ഒരുപാട് എൻകറേജ്മെന്റ് ആയിരുന്നു അന്നത്തെ ആളുകൾക്ക്. അങ്ങനെ വളരെ കരുതലും സ്നേഹവും ഒക്കെ ഒരുപാട് അനുഭവിക്കാനിടയായി. ആ ഒരു സമയത്ത് പാസ്റ്റർ ഇവിടെ ഉള്ള സമയത്താണ്, ചെമ്പൂരുണ്ടായിരുന്ന സമയത്താണ് ഡാഡിക്ക് നല്ല സുഖമില്ലാതെ വന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കുറച്ച് ദിവസങ്ങൾ അവിടെ കിടന്നു. അപ്പം കാലിന് ഭയങ്കരമായ ഒരു വേദന ഉണ്ടായി. മെഡിക്കൽ ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് ഉണ്ടെങ്കിലും ഡാഡിക്ക് ഒരിക്കലും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. ആ ഫയലുണ്ടെന്നല്ലാതെ അതിനകത്ത് ഒരു ഹിസ്റ്ററിയും ഇല്ല. അങ്ങനെ ആയിരുന്ന ആളിന് പ്രത്യേകം ഈ സമയത്ത് പ്രത്യേകമായി ഇങ്ങനെ ഒരു വേദന ഉണ്ടായി, ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കി. ഐ തിങ്ക് ഇറ്റ് വാസ് എ മന്ത് ഹി വാസ് ഇൻ ദ ഹോസ്പിറ്റൽ അഡ്മിറ്റഡ്. ആൻഡ് ഭയങ്കര അതിവേദനയുള്ള സമയങ്ങളായിരുന്നു. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഈ പാസ്റ്റർ കെ വി അബ്രഹാം പാസ്റ്റർ മുറിവിളിയിൽ നിന്ന്, ഞങ്ങൾ ബൊറിവില്ലിയിലായിരിക്കുമ്പോഴാണ്, ബൊറിവില്ലിയിൽ നിന്ന് അദ്ദേഹം പോവും BRC ഹോസ്പിറ്റലിലേക്ക്. വലിയ ദൂരയാത്രയാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അവിടെ ചെന്ന് ഒരു എന്താ പറയുന്നത്, ഒരു ടെൻഡർനെസ് ഓഫ് എ മദർ ഞാൻ ഒരു പ്രാവശ്യം പ്രത്യേകം ഓർക്കുന്നുണ്ട്. ഇങ്ങനെ ബ്രദറേ എന്ന് പറഞ്ഞ് നെറ്റിക്ക് ഇങ്ങനെ തിരുമ്മി ആ വേദനയുടെ അതിവേദനയുടെ സമയത്ത് ഒരു ആശ്വാസം പറഞ്ഞ്, ശരിക്കും ഒരു അമ്മ അടുക്ക ഇരുന്ന് ആശ്വസിപ്പിക്കുന്നത് പോലെ ഡാഡിയെ ആശ്വസിപ്പിക്കുന്നത് ഞാൻ കണ്ടു. ആ സ്നേഹബന്ധം തൻ്റെ അവസാന കാലത്തോളവും ഞങ്ങൾക്ക് സൂക്ഷിപ്പാനിടയായി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തോമസ് കോശി പാസ്റ്ററുമായിട്ടും അതുപോലെ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ജോയ് പാസ്റ്റർ വന്നപ്പോഴത്തേനും ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തു. അതുകൊണ്ട് പിന്നുള്ള പാസ്റ്റർമാരെ ഇടയ ശുശ്രൂഷ അത്രയും അനുഭവിപ്പാൻ ഞങ്ങൾക്ക് സഹായിച്ചിട്ടില്ല. എന്നാൽ പാസ്റ്റർ PJ തോമസുമായിട്ട് ആ ബന്ധം തുടർന്നുകൊണ്ട് തന്നെ ഇരുന്നു. ഇപ്പോഴും അത് തുടരുവാൻ സഹായിച്ചവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക, ദൈവത്തിൻ്റെ വഴികളാണ്. ഡാഡി എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ വഴികളിലൂടെ ദൈവം നമ്മെ നടത്തുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ നിരക്കുന്നതും വിധത്തിലൊന്നും ആയിരിക്കത്തില്ല ദൈവത്തിൻ്റെ വഴി. എന്നാൽ പൂർണ്ണമായി കീഴ്പ്പെട്ട് ദൈ വിൽ ബി ഡൺ എന്നുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്കുണ്ടെങ്കിൽ ദൈവം നമ്മളെ തൻ്റെ വഴികളിലൂടെ നടത്തും. അത് ഞങ്ങൾ രണ്ടുപേരും വ്യക്തികളായിട്ടും വിവാഹത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചും കുടുംബമായിട്ടും ഒരുപാട് പ്രാവശ്യം അനുഭവിപ്പാനിടയായി. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്ന് ബൊറിവിളിയിൽ താമസിക്കുന്ന ബിൽഡിങ്, ഇറ്റ് ഈസ് എ മിറക്കിൾ. ഇന്നലെ ഞങ്ങൾ വന്ന വഴിക്ക് ബ്രദർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഈ ചെമ്പൂരിൽ നിന്ന് എങ്ങനെയാണ് ബൊറിവിളിക്ക് പോയതെന്ന്. അപ്പം ഞാൻ എൻ്റെ കഥ വിശാലമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ. അതൊക്കെ ദൈവത്തിൻ്റെ വഴിയായിരുന്നു. നമ്മൾ ബൊറിവിളി വീട് വെക്കണമെന്ന് ആലോചിച്ചില്ല. എവിടെയെങ്കിലും ഒരു വീട് വെക്കണമെന്ന് വന്നു ആലോചിക്കാനുള്ള ഒരു സാവകാശം വന്നില്ല. അതിൻ്റെ ആവശ്യവും തോന്നിയില്ല. കാരണം നല്ല സൗകര്യപ്രദമായ ക്വാർട്ടേഴ്സ് ആറ്റമിക് എനർജിയിൽ അണുശക്തി നഗറിലുണ്ടായിരുന്നു. അങ്ങനെ താമസിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദൈവം വഴി ഒരുക്കി മിറക്കിൾ ചെയ്ത് അത് ആ സ്ഥലം എഴുതിയ ആള് തൻ്റെ പേരിലാണ് അത് എഴുതിയത്, പൈസ വാങ്ങിച്ചിട്ട്. പക്ഷേ ആ സമയത്ത് ദൈവം പ്രവർത്തിച്ചു. അർബൻ ലാൻഡ് സീലിംഗ് ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്ട് മഹാരാഷ്ട്ര ഗവൺമെൻറ് ഉണ്ടാക്കി. എൻ്റെ അഭിപ്രായം, ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് ഷാരോൺ അപ്പാർട്ട്മെൻറ്റിന് വേണ്ടി ദൈവം ചെയ്ത ഒരു പ്രവൃത്തിയാണെന്നാണ്. അതായത് ആ റൂൾ അനുസരിച്ച് ഒരു വ്യക്തിക്ക്, ഒരു പ്രൈവറ്റ് പേഴ്സണ് മോർ ദാൻ 500 സ്ക്വയർ യാർഡ്സ് ഓഫ് ലാൻഡ് പൊസസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ എഴുതി തന്ന ആളിന് അത് കൂടുതൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇത് വെച്ചുകൊണ്ടിരുന്നാൽ കിട്ടാനൊന്നും പോകുന്നില്ല, ഗവൺമെൻറ് എടുത്തുകൊണ്ട് പോകും, എന്നാൽ പിന്നെ ഇവരുടെ പേരിൽ എഴുതിയേക്കാം എന്നും പറഞ്ഞ് തന്നെത്താൻ പോയി രജിസ്ട്രാർഡ് ഓഫീസിൽ പോയി അഫിഡവിറ്റ് എഴുതി കൊടുത്തു. ഇത് ഞാൻ അവർക്ക് വേണ്ടി വാങ്ങിച്ചതാണ്, അവരുടെ പൈസ കൊണ്ട് വാങ്ങിച്ചതാണ്, അതുകൊണ്ട് അവരുടെ പേരിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറഞ്ഞ് പുള്ളി അങ്ങോട്ട് എഴുതി കൊടുത്ത്, അങ്ങനെയാണ് ഈ ലാൻഡ് നമ്മുടെ കൈ കിട്ടിയത്. ഇത്രയ്ക്ക് വ്യക്തമായിട്ട് തൻ്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഞങ്ങൾ ഷാരോനിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പം ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ബൈബിൾ സ്റ്റഡിക്കൊക്കെ വരുമ്പോൾ ഞാൻ അവരോട് പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഈ മുട്ടുകുത്തുന്ന സ്ഥലം ദൈവത്തിൻ്റെ ദാനമാണ്, നമ്മുടെ പ്രവർത്തനം കൊണ്ടോ നമ്മുടെ ഇഷ്ടം കൊണ്ടോ ചെയ്തതല്ല. അന്ന് ആ അർബൻ ലാൻഡ് സീലിംഗ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ലാൻഡ് നമുക്ക് കിട്ടത്തുമില്ലായിരുന്നു, അവിടെ ബിൽഡിംഗ് പണിയലും ഇല്ലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഉദ്ദേശം ദൈവം തക്ക സമയത്ത് നിവർത്തിച്ചു. ആ അർബൻ ലാൻഡ് സീലിംഗ് ഇന്ന് നിലവിലില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3-4 വർഷത്തിന് മുൻപ് അത് റിപ്പീൽ ചെയ്തു പോയി.
അപ്പൊ ഇത് ഷാരോന് വേണ്ടി മാത്രം ദൈവം ചെയ്ത ഒരു പ്രവൃത്തിയായിട്ട് ഞാൻ കണക്കാക്കുന്നു. അങ്ങനെ എണ്ണി 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 സ്തുതിക്കുവാനുള്ള ഒരുപാട് നന്മകൾ, ഒരുപാട് അതിശയങ്ങൾ, കർത്താവിനെ കൂടുതൽ വിശ്വസിപ്പാൻ, കൂടുതൽ അടുക്കുവാൻ, കൂടുതൽ സ്നേഹിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ കർത്താവ് അനേക പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ദൈവം തൻ്റെ ജനത്തെ, ഞാനൊക്കെ കൊച്ചിലൊക്കെ വിചാരിച്ചിട്ടുണ്ട് ദൈവം എന്താ ഇസ്രായേലിനോട് ഇത്ര പാർഷ്യലായത്. എന്നാൽ വചനം പഠിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് ആ പാർഷ്യാലിറ്റി ഒന്നും ഇല്ലായിരുന്നു. ദൈവത്തിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു ഇസ്രായേലിനെ തെരഞ്ഞെടുത്തതിന്. സമയമായ പാസ്റ്ററെ? How many more minutes? Oh, I've exceeded the time already, I think. Okay. Anyway, I'll just share this verse and close. If somebody, one of the girls can read Genesis 18:19. There is a purpose why God chose him. Yeah. Huh. Yeah. So ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം എന്തുവായിരുന്നു? തൻ്റെ ഹൗസ് ഹോൾഡിനെ, തൻ്റെ മക്കളെയും തൻ്റെ ഭവനത്തിലുള്ള എല്ലാവരെയും ദൈവ വഴിയിൽ അഭ്യസിപ്പിക്കേണ്ടതിനാണ്. ഇസ്രായേൽ മക്കളോട് കവനന്റ് ചെയ്തപ്പോഴും എക്സോഡസ് 19 കർത്താവ് പറയുന്നുണ്ട്, ഇഫ് യു വിൽ ഒബേ മൈ കമാൻഡ്മെന്റ്സ് യു വിൽ ബി എ സ്പെഷ്യൽ ട്രഷർ ടു മീ ഓൺ ദി എർത്ത്. ദൈവത്തിനൊരു സ്പെഷ്യൽ ട്രഷർ ഈ ലോകത്തിൽ വേണം. അതായത് മറ്റുള്ള നേഷൻസിന് മാതൃകയായിട്ട് ഒരു നേഷൻസിനെ വേണം. അതിനുവേണ്ടിയാണ് അവനെ തിരഞ്ഞെടുത്തത്. എന്നാൽ അവര് വിശ്വസ്തത കാണിച്ചില്ല. അവർ പറഞ്ഞു ഞങ്ങൾക്ക് നേഷൻസിന്റെ കൂട്ടാകണം. ദൈവം ആഗ്രഹിച്ചത് നേഷൻസ് ഇവരെ പോലെ ആകണമെന്ന്, അതിന് മാതൃക കൊടുച്ചു വെക്കണം. പക്ഷെ അവരെ നേഷൻസിനെ പോലെ വേണം, ഞങ്ങൾക്ക് ഒരു രാജാവിനെ അവരെ പോലെ തരണമെന്നൊക്കെ പറഞ്ഞ് കർത്താവ് അത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ സാക്ഷി അവർക്ക് നിലനിർത്താനായില്ല. പുതിയ നിയമത്തിൽ നമ്മളെയും തിരഞ്ഞെടുത്തിരിക്കുന്ന അതിനാ. 1 Peter 2:9 പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊരു രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവും. We are still his treasure on this earth. So the younger generation especially, you have to get into that closer, very close fellowship with the Lord, to love him dearly. And the love happens when you spend time with the person. That's when love grows. And it is through his word. Praise God for this great word, unique word. It's not like any other book. The one and only book inspired by the one living true creator God. So let us see its speciality, meditate on daily, not just listening to the preaching on Sunday. There should be a personal Bible study every day where you spend time with the Lord in a love which cannot cease. I am his and he is mine. That's a hymn. In a love which cannot cease, I am the Lord's and the Lord is mine. Let us cultivate that kind of a relationship, a closeness. That is my counsel to the younger generation. And thank God we are almost 3 or 4 generations here. ദൈവം തലമുറയായി നമ്മുടെ ദൈവമായിരിക്കുക. ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. Sorry for exceeding the time. I have this problem with the verbal diarrhea. അടുത്തതായിട്ട് നമുക്ക് ഗോൾഡൻ മെമ്മറീസ്. നമ്മുടെ ഇവിടെ നമ്മളോടൊപ്പം ക്യാമ്പിന് വന്ന് പങ്കെടുക്കാൻ സാധിക്കാതിരുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജോൺസൺ അങ്കിൾ, ജോൺസൺ കെ സാമുവലിൻ്റെ ഒരു ഓഡിയോ സന്ദേശം നമുക്ക് കേൾക്കാം. Greetings to my home church. Please pardon me for my poor voice. I hope you understand what I'm saying. My mind is filled with sweet memories of the years that my family spent as members of the Chembur Church. We were spiritually nourished by the Word of God from our esteemed pastors
and the brotherly love and fellowship of the members. At this time, I'm reminded of the verse describing what the early church did after its formation on the day of Pentecost. Acts 2:42 reads like this: and they continued steadfastly in the apostles' doctrine and fellowship, in the breaking of bread, and in prayers. I believe that is what our church did, and all of us grew in faith and maturity. Me and my wife cherish the memories of our Sunday school. We had the privilege of watching our children grow from the age of 3 to 4 until they finish after 10 years of study and going out into different parts of the world. We have met our old students in different countries wherever we visited. They were excelling in their professions as business leaders, as pastors, as leaders of ministries, as medical professionals, and so on. In addition to strong Bible teaching from our eminent pastors, we had regular POI-PA meetings, ladies' fellowship, Sunday school work, thus taking care of all age groups in the church. We had outreach programs, and we also supported the Lord's work in other parts of India. That was our strength. And I encourage everyone in the current leadership to continue the good work and to be a beacon of light in the city of Mumbai and around. Unfortunately, we cannot join you at the campsite, but we certainly join you in thanking the Lord for His provisions and care for the church. We request you to kindly keep us in your prayers. Thank you. പ്രിയപ്പെട്ട ജോൺസണുകള് ഇപ്പോൾ ഹൂസ്റ്റണിൽ താമസിക്കുന്നു. 90 വയസ്സ് ഉണ്ട്. പ്രായത്തിന്റെ ക്ഷീണത്തിലായിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. അടുത്തതായിട്ട് ഇവിടെ വരുവാൻ ക്യാമ്പ് അനൗൺസ് ചെയ്ത ദിവസം തന്നെ വളരെ വരാനുള്ള ഉത്സാഹത്തോടെ സാമുവലിനെ പൈസ ഏൽപ്പിച്ച ഒരാളാണ് മാത്യു എബ്രഹാം ബാവച്ചാൻ. അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ മെമ്മറീസിനോടുള്ള ബന്ധത്തിലൊന്നും ഒരു കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. 1-ാം നമ്പറിലെ വീടെന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജിന്റെ ഇത്രേ ഉള്ളൂ, അത്ര വീടെന്ന് പറയാൻ അതേ ഉള്ളൂ. അതിനകത്തായിരുന്നു ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. കോമൺ വരാന്ത. ഈ എലിസബത്ത് സ്കൂളിൽ മീറ്റിംഗ് നടക്കുമ്പോൾ ശനിയാഴ്ച വൈകുന്നേരം മുന്തിരിങ്ങ വെള്ളത്തിലിടും. ഞായറാഴ്ച അത് പിഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് അത് പിഴിഞ്ഞ് എലിസബത്ത് സ്കൂളിൽ കൊണ്ടുപോകും. അവിടെ ബെഞ്ചും ഡെസ്കും എല്ലാം അടുക്കി വൃത്തിയാക്കിയിട്ട് തിരിച്ച് പിന്നെ ഹാർമോണിയപ്പെട്ടിയുമായിട്ടാണ് TM എബ്രഹാം എന്ന് പറയുന്ന ഒന്നിലെ അവറാശൻ മടങ്ങി വരുന്നത്. അതുപോലെ തന്നെ അതുപോലെ പല കാര്യങ്ങളിലും ആ സമയത്ത് പോക്കിലും വരവിലും ഒക്കെ കഷ്ടപ്പെട്ട് ഈ ബാബുശാനൊന്നും വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ടില്ലെന്നാണ് കേട്ടിട്ടുള്ളത്. കാരണം അവിടെ എപ്പോഴും വിസിറ്റേഴ്സ് ഉണ്ടാവും. അവർ ടെറസിലോ വരാന്തയിലോ ആയിരിക്കും സാധാരണഗതിയിൽ. അല്ലേ തന്നെ ആൾക്കാരുണ്ട്, അതോടൊപ്പം തന്നെ വിസിറ്റേഴ്സ് ദേവദാസന്മാർ എപ്പോഴും കടന്നു വന്നുകൊണ്ടിരിക്കും. അപ്പച്ചൻ്റെ പേര് പറയുന്നതിനൊപ്പം തന്നെ അമ്മച്ചിയുടെ പേര് വളരെ അത്യാവശ്യമായിട്ട് പറയേണ്ടതാണ്.
ഈ വരുന്ന ആൾക്കാർക്കൊക്കെ സന്തോഷത്തോടെ ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന ആളായിരുന്നു പ്രിയാമ്മച്ചി. എന്നും എല്ലാ ദിവസവും തന്നെ അവിടെ വിസിറ്റേഴ്സ് ഉണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അത് കൂടാതെ എന്നാൽ അവിടെ ഉള്ള സൗകര്യങ്ങൾ എന്ന് പറഞ്ഞത്, നിങ്ങൾ തിരിസ്റ്റോ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? തിരിസ്റ്റോ, അതിനകത്ത് വെച്ചാൽ ഈ ആഹാരമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ വളരെ ആത്മാർത്ഥതയോടെ, വളരെ പ്രയാസത്തിൽ, എന്നാൽ ദൈവത്തിന് എല്ലാത്തിനും ഒരു ഉദ്ദേശമുണ്ട്. വലിയപ്പ 10ാം ക്ലാസ് ജയിച്ച സമയത്ത് ഇന്നലെ ദേവദാസൻ പറഞ്ഞല്ലോ, മുമ്പ് പഠിപ്പിക്കുന്ന കാര്യങ്ങളെ പറ്റി. 600 തേങ്ങ വിറ്റാൽ ഒരു വർഷത്തെ ഫീസ് കൊടുക്കാൻ പറ്റും. ഒരു മാസത്തെ ഫീസ് കൊടുക്കാൻ പറ്റും. ആ സാഹചര്യത്തിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. മുമ്പോട്ട് പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാതെ വല്യമ്മച്ചി പറഞ്ഞു, ഇവനെ റബ്ബർ വെട്ടിക്കാൻ വേണ്ടി വിടാം. അതായിരുന്നു. അങ്ങനെ ചിന്തിച്ച ആളിനെ ദൈവം തൻ്റെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു, നന്മകൾ കൊടുത്തു, നമ്മുടെ സഭയ്ക്ക് പ്രയോജനമായി തീർന്നു. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ശുശ്രൂഷിച്ച പ്രിയ ദേവദാസൻ തോമസ് വി കോശിയുടെ ഒരു വീഡിയോ നമുക്ക് കാണാം. Beloved Pastor Stanley, brothers and sisters of the Indian Pentecostal Church of God, Mumbai, I greet you all in the matchless name of our Lord and Savior, Jesus Christ. We rejoice with you all as we celebrate 70 years of God's faithfulness upon the service. We really praise and thank God for the wonderful way the Lord has been with the church during the past years. It is a good thing to give thanks unto the Lord. Thus far has the Lord helped us. He is our Ebenezer, and he who has begun a good work in you will carry it on to completion until the day of Christ Jesus. The united effort of the Christian church enabled to win souls for Christ during the past years. I really praise and thank God for being the minister in charge of the church for 6 years, starting from 1980 to 1986. With the united effort of the brothers and sisters, we were able to win souls for Christ. About 75 people were added to the church, being saved and baptized, and most of them are from Hindu and nominal Christian backgrounds. As the Lord tarries, we have miles to go. As you go forward, I wish the Heavenly Father's blessings specially to be showered upon the service of the church. Thank you and God bless you. Pastor Thomas V. Koshi and family. അല്പം മുമ്പ് പ്രിയ പരാമർശിച്ച ഇപ്പോൾ നിത്യത്തിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ KV എബ്രഹാമിന്റെ സഹധർമ്മിണി ഇപ്പോൾ നമ്മളോട് സംസാരിക്കും. കർത്താവിന് മഹത്വം. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം. IPC ചെമ്പൂർ സഭയോടുള്ള ബന്ധത്തിൽ ചില പൂർവ്വകാല ഓർമ്മകൾ പങ്കുവയ്ക്കുവാനിടയായതിൽ സന്തോഷിക്കുന്നു. 1974 പാസ്റ്റർ KV കുര്യച്ചൻ്റെ ശുശ്രൂഷകാല ശേഷം ഇന്ന് കർത്തൃസനിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ KV എബ്രഹാം IPC ചെമ്പൂർ സഭയുടെ ചുമതലയേൽക്കുകയുണ്ടായി. ആ കാലത്തെ സഭയ്ക്ക് സ്വന്തമായ ഹോളോ പാഴ്സനേജോ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ചാർജ് എടുക്കുമ്പോൾ എലിസബത്ത് സ്കൂളിലാണ് ആരാധന നടന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് മണ്ടാലായിൽ ബ്രദർ G. ദാനിയലിൻ്റെ ഭവനത്തിലും പിന്നീട് മാഹൂളിലും അതിനുശേഷം മുള്ളണ്ടിലും സഭ ഞങ്ങൾക്ക് താമസ സൗകര്യങ്ങൾ ഒരുക്കി. ഈ സമയത്ത് ചേടാനഗറിൽ സഭയ്ക്ക് വേണ്ടി ഹോളിൻ്റെയും പാഴ്സനേജിൻ്റെയും പണി നടന്നുകൊണ്ടിരുന്നു. 5 വർഷത്തെ ശുശ്രൂഷ ഞങ്ങൾ പൂർത്തിയായി തീരുമ്പോൾ 1979
സഭാ ഹാളിൻ്റെയും പാഴ്സണേജിൻ്റെയും പണി പൂർത്തീകരിക്കപ്പെട്ടു. തുടർന്ന് ആ പാഴ്സണേജിൽ താമസിച്ചുകൊണ്ട് പുതിയ സഭാ ഹാളിൽ ആരാധന തുടരുകയും ചെയ്തു. ചെമ്പൂർ സഭയിൽ 6 വർഷം പൂർത്തീകരിച്ച ശേഷം 1980 സെപ്റ്റംബറിൽ ഞങ്ങൾ ഗാന്ധിധാമിലേക്ക് സ്ഥലം മാറുകയുണ്ടായി. ചെമ്പൂർ സഭയിലെ ശുശ്രൂഷ കാലയളവ് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്ത നല്ല അനുഭവങ്ങളായിരുന്നു. ഞങ്ങളുടെ ശുശ്രൂഷ കാലയളവിൽ അനേകർ സ്നാനപ്പെട്ടു സഭയോട് ചേരുവാനിടയായി. വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹവും ഐക്യതയും ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങലായിരുന്നു. ദൈവദാസന്മാരെ സ്നേഹപൂർവ്വം ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതിനേക്കാളും സഭ മാതൃകയാണ്. സഭയുടെ പ്രവർത്തനങ്ങൾ തുടർന്ന് ദൈവനാമ മഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമായി ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ശുശ്രൂഷകൻ ഇപ്പോൾ കേരളത്തിലായിരിക്കുന്ന പാസ്റ്റർ പി ജോയുടെ ഓഡിയോ മെസ്സേജ് നമുക്ക് കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ലഭിച്ച ഒരവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1986 മുതൽ 91 വരെ ചെമ്പൂർ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ 30s-ലാണ് ഞാൻ 40s-ലാണ് ഞാൻ ചെമ്പൂർ സഭയുടെ ശുശ്രൂഷകനായിരുന്നത്. അന്ന് ഇന്നത്തെ നിലവാരമല്ലായിരുന്നു. അന്ന് വളരെ പ്രാഗൽഭ്യമുള്ളവരും അവിടുത്തെ ഏറ്റവും പ്രായമുള്ളവരും ഏറ്റവും സഭാസ്ഥാപകന്മാർ എന്ന് വിശേഷിപ്പിക്കത്തക്ക ആളുകളെല്ലാം ഉണ്ടായിരുന്ന ഒരു കാലയളവിലാണ് ഞാനിവിടെ ശുശ്രൂഷ ഏൽക്കുവാനിടയായിത്തീർന്നത്. എൻ്റെ കാലയളവിൽ അവരെ പലരും അമേരിക്കയിലേക്കും കാനഡയിലേക്കൊക്കെ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ കുടിയേറുവാനിടയായി. എന്നാൽ ഞാൻ അവിടെ വന്നത് എൻ്റെ ശുശ്രൂഷയുടെ കാലത്ത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അവിടെ ശുശ്രൂഷയിൽ ഇരുന്ന കാലത്ത് പല കാര്യങ്ങളും പഠിക്കുവാൻ തക്കണം എനിക്ക് നല്ല അവസരങ്ങൾ ലഭിച്ചു. പല ശുശ്രൂഷകൾ എനിക്ക് ചെയ്യുവാനുള്ള അവസരങ്ങൾ ആ സഭയിലായിരുന്നപ്പോഴാണ് ലഭിച്ചത്. ഉദാഹരണത്തിന് വിവാഹ ശുശ്രൂഷ മുതലായ കാര്യങ്ങളൊക്കെയും ചെയ്യുവാനുള്ള ഭാഗ്യകരമായ അവസ്ഥ എനിക്ക് അവിടുത്തെ ശുശ്രൂഷ കാലയളവിലാണ് ലഭിച്ചത്. ഇവിടുന്ന് മാന്യന്മാരും പ്രഗത്ഭരും അറിവുള്ളവരുമായിരുന്നു പല കാര്യങ്ങൾ പഠിക്കുവാനും പിൽക്കാലങ്ങളിൽ എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് പ്രാവർത്തികമാക്കുവാനും തക്കവണ്ണം കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. അവിടുത്തെ ഞാൻ പഠിച്ചതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ നിമിത്തം പിൽക്കാലത്ത് എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് വളരെ പ്രയോജനമായി തീരുവാനും പിൽക്കാലത്തെ ശുശ്രൂഷയിൽ എനിക്ക് വളരുവാനും ഒക്കെ എനിക്ക് ഇടയായി തീർന്നു. അതെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. 70ാമത്തെ വർഷം ആഘോഷിക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ചെമ്പൂർ സഭയ്ക്ക് സകല മംഗളങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. 6 മാസം സമയത്തേക്ക് പാസ്റ്റർ പി ജെ തോമസ് വരുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള 6 മാസം നമ്മുടെ ഇടയിൽ ശുശ്രൂഷിച്ച പാസ്റ്റർ KM വർഗീസ് ഇപ്പോൾ വിദേശത്തായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വീഡിയോ നമുക്ക് കേൾക്കാം. പാസ്റ്റർ കർത്താവിന്റെ ജോൺ പരിശുദ്ധ തോമസ് നാമം ആണ്. വാഴ്ത്തപ്പെടുമാറാകട്ടെ. 70-ൽ പരം വർഷങ്ങളായിട്ട് ബോംബെയിൽ കർത്താവിന്റെ മഹത്വമുള്ള സാക്ഷ്യത്തിനായിട്ടും സുവിശേഷത്തിന്റെ വ്യാപ്തിക്കായിട്ടും ദൈവമക്കളുടെ കൂട്ടായ്മയ്ക്കായിട്ടും ദൈവം വിളിച്ചു വേർതിരിച്ച് ബോംബെ എന്നുള്ള ആ പട്ടണത്തിൽ ദൈവം നിലനിർത്തിയതാകുന്ന
ദൈവസഭയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സഭയിൽ നിരവധി അനുഗ്രഹിക്കപ്പെട്ട ദൈവഭൃത്യന്മാര് വിവിധ കാലഘട്ടങ്ങളിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട്. 2003 മുതൽ 2008 വരെയുള്ളതാകുന്ന ആ ഒരു കാലഘട്ടത്തിൽ എളിയവനാകുന്ന എനിക്കും കുടുംബമായിട്ട് ആ സഭയിൽ ശുശ്രൂഷിപ്പാൻ, ദൈവമക്കളുടെ കൂട്ടായ്മ, സ്നേഹ ബന്ധങ്ങളൊക്കെ അനുഭവിപ്പാൻ ദൈവം ഇടയാക്കിയത് ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യമായിട്ടും അനുഗ്രഹമായിട്ടും ഞാൻ കരുതുന്നു. ഞങ്ങളവിടെയായിരുന്ന സമയത്ത് നിരവധി അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ, നല്ല ഓർമ്മകൾ ഒക്കെ അവിടെയുള്ള ദൈവസഭയെക്കുറിച്ച് ഇന്നും ഉണ്ട്. എന്നാൽ അതെല്ലാം വിവരിപ്പാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഈ ഒരു പുതിയ ഫേസിലേക്ക് ആ ദൈവസഭ കടന്നു പോകുമ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന നിരവധി മുതിർന്നവരായിട്ടുള്ള, വളരെ എൽഡേഴ്സ് ആയിട്ടുള്ളവരൊന്നും ഇന്ന് അവിടെ ഇല്ല. ഇന്നിപ്പോൾ ഒരു ട്രാൻസിഷൻ്റെ, ഒരു പുതിയ ഫേസിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ. എങ്കിലും കർത്താവ് ആ പിതാക്കന്മാരിൽ കൂടെ, മാതാക്കളിൽ കൂടെ പകർന്നു നൽകിയതാകുന്ന ആ ക്രിസ്തീയ മൂല്യങ്ങളെ തുടർന്നും മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ടും മഹത്വത്തിനായിട്ടും സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ടും ഇന്ന് അവിടെയുള്ളതാകുന്ന ദൈവമക്കൾക്ക്, വിശേഷാല പുതിയ തലമുറയ്ക്ക് ദൈവം ഇടയാക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ തന്നെ നിലനിന്ന് കർത്താവിൻ്റെ നാമത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് പ്രശോഭിപ്പാൻ ദൈവം ഈ സഭയെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. സൗമ്യതയുടെ ആഗ്രഹവുമായിട്ട് നമ്മുടെ ഇടയിൽ ശുശ്രൂഷിച്ചിരുന്ന, ഇപ്പോൾ നിത്യത്തിൽ വിശ്രമിക്കുന്ന ദേവദാസൻ ഷിബു ഫിലിപ്പിന്റെ സഹധർമ്മിണി, ഷിബു ജോസഫിന്റെ സഹധർമ്മിണി ഷൈനി ഷിബു നമ്മളോട് സംസാരിക്കും. സർവസ്തുതികൾക്കും മഹത്വത്തിനും മാനത്തിനും യോഗ്യനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമ്മുടെ സഭയുടെ 70-ാം വർഷത്തിൻ്റെ താങ്ക്സ് ഗിവിങ്ങിൻ്റെ ഈ അവസരത്തിൽ ഞങ്ങൾക്കും ഈ സന്തോഷത്തിൽ പങ്കുചേരുവാൻ കർത്താവ് സഹായിച്ചതിനായി ദൈവത്തിന് ആദ്യമായി നന്ദി കരേറ്റുന്നു. നമ്മുടെ സഭയെ കഴിഞ്ഞ 70 വർഷക്കാലം ദൈവം വളർത്തി എത്രത്തോളം അനുഗ്രഹിച്ചതിനായി ദൈവത്തിന് സ്തോത്രം. 2008 മുതൽ 2013 വരെയുള്ള കാലയളവിൽ ഇപ്പോൾ കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്ന ദേവദാസൻ ഷിബു പാസ്റ്ററിനും അടിയനും കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾ കുടുംബമായി ദൈവസഭയുടെ എല്ലാ വളർച്ചയിലും പങ്കുചേരുവാൻ സർവകൃപാലുവായി ദൈവം സഹായിച്ചു. അവിടെയായിരുന്ന 5 വർഷക്കാലം ഞങ്ങളുടെയും ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു എന്ന് പറയുവാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അവിടെയുള്ള ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും സ്നേഹവും സഹകരണവും പ്രാർത്ഥനയും ഞങ്ങൾക്ക് വിലപ്പെട്ടതായിരുന്നു. അതെന്നും തന്നെ ഞാൻ ഓർക്കാറുണ്ട്. ഞങ്ങൾ അവിടെയായിരുന്നപ്പോൾ നമ്മുടെ പഴയകാല മാതാപിതാക്കളുടെ ത്യാഗനിർഭരമായ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് കേൾക്കുവാനും ദൈവനാമത്തിന് വേണ്ടി കഷ്ടതകൾ സഹിച്ച് ഉറപ്പോടെ നിന്ന അവരുടെ തലമുറകളുടെ അനുഗ്രഹങ്ങൾ കാണുവാനും ദൈവം അവസരം തന്നു. ഞങ്ങൾക്കൊരു വീട് ലഭിക്കുന്നതിന് ഈ ദൈവസഭയാണ് മുഖാന്തരമായത് എന്ന കാര്യം നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ഞങ്ങൾ അവിടെയായിരുന്നപ്പോൾ ട്രാൻസ്ഫർ ആകുന്ന ആ വർഷത്തിൽ ഞങ്ങൾക്കൊരു വലിയ അപകടമുണ്ടായി. എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാമല്ലോ. ആ അപകടത്തിൽ ഞങ്ങളോടൊപ്പം നിന്ന ദൈവസഭയിലെ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കരുതിയത് ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ഞങ്ങളെ ഒരു മക്കളെ പോലെ, സഹോദരങ്ങളെ പോലെ, മാതാപിതാക്കന്മാരെ കരുതുന്നത് പോലെ ഒക്കെയും കരുതി എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രിയ പ്രകാശ് ബ്രദറിൻ്റെ ഭവനത്തിൽ നടക്കുന്ന കഞ്ചൂർ മാർഗിലെ ദൈവവേല ആരംഭിക്കുവാൻ കർത്താവ് അടിയങ്ങളെയും ഉപയോഗിച്ചതിനായി ദൈവത്തിന് സ്തോത്രം. അവിടുത്തെ പ്രവർത്തനം അനുഗ്രഹകരമായി നടക്കുന്നു എന്ന് കേൾക്കുവാനും അവിടെ ചില പ്രിയപ്പെട്ടവർ സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്ന് നിന്ന് കേൾക്കുവാനും കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഞങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷവും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ക്ലേശകരമായ എല്ലാ അവസ്ഥയിലും കർത്തൃദാസന്റെ വിയോഗത്തിന് ശേഷവും ഞങ്ങളോടൊപ്പം നിൽക്കുകയും കരുതുകയും ചെയ്ത ദൈവസഭയ്ക്ക് നന്ദി കരേറ്റുകയും പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യുന്നു. ലോകമെമ്പാടും ചിതറിപ്പാർക്കുന്ന IPC ബോംബെ എന്ന ഈ വലിയ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായി തീരുവാൻ ദൈവം
ഞങ്ങൾക്കും തന്ന അവസരത്തെ ഓർത്ത് ഒരിക്കൽ കൂടി നന്ദി കരയേറ്റുന്നു. ഈ 70-ാം വർഷം താങ്ക്സ് ഗിവിംഗ് ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ മാതാപിതാക്കന്മാരുടെ ജീവിതത്തെ മാതൃകയാക്കിയും അവർ രുചിച്ചറിഞ്ഞ ദൈവസ്നേഹത്തെ മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുവാൻ ദൈവം തന്നെ സഭയെ സഹായിക്കട്ടെ എന്ന് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹഗ്ഗായി 2:9 പറയുന്നത് പോലെ ഈ ആലയത്തിൻ്റെ പിന്നത്തെ മഹത്വം മുമ്പത്തേതിലും വലുതായിരിക്കും. ഈ സ്ഥലത്ത് കർത്താവ് സമാധാനം നൽകും. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പൊട്ടിച്ചിരയുടെ ഫലപ്രദമായിട്ട് പൂരനഗരിയിൽ നിന്ന് നമ്മളെ ശുശ്രൂഷിക്കാൻ വന്ന പാസ്റ്റർ ഒ പി മത്തായി. പ്രൈസ് ദി ലോർഡ്. IPC മുംബൈ ചെമ്പൂർ സഭയുടെ സപ്തതി നിറവിൽ ഈ സ്തോത്ര ശുശ്രൂഷയിൽ ഞങ്ങൾക്കും ഈ പ്ലാറ്റ്ഫോമിലൂടെ പങ്കുചേരുവാൻ ഇടയായതിൽ സന്തോഷിക്കുന്നു. നിങ്ങളുടെ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനമായ മഹാരാഷ്ട്രയിലെ മുംബൈ എന്ന മെട്രോപൊളിറ്റൻ സിറ്റിയിൽ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന് അഭിമാനമായി ദൈവം ആരംഭിച്ച IPC ബോംബെ ചെമ്പൂർ സഭയുടെ പിന്നിട്ട വഴികൾ അത്ര സുഖകരമായിരുന്നിരിക്കില്ല. പിതാക്കന്മാരുടെ ആത്മസമർപ്പണത്തിന്റെയും ദൈവിക ദർശനത്തിന്റെയും പ്രതീകമാണ് IPC ബോംബെ ചെമ്പൂർ സഭ. ഒരു അമ്മ സഭയായി ആ പട്ടണത്തിൽ ദൈവസഭയെ വളർത്തിക്കൊണ്ടുവന്ന വഴികളോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അഭിമാനിക്കാനും സ്തോത്രം ചെയ്യാനും എന്നും ഓർമ്മിക്കാനും ഒട്ടനവധി അനുഭവങ്ങൾ പറയാനുണ്ട്. ശുശ്രൂഷ കാലയളവിലെ ദൈവസഭയുടെ കരുതലും സ്നേഹവും മറക്കാവതല്ല. എൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷയിൽ ഒട്ടനവധി കാര്യങ്ങളിൽ ഡിസിപ്ലിൻ പാലിക്കാൻ സഭയുടെ പോളിസീസിലൂടെ എനിക്ക് സാധിച്ചു. പലതും ശുശ്രൂഷയിൽ പഠിക്കാനും പ്രാവർത്തികമാക്കാനും സാധിച്ചത് അഭിമാനത്തോടെ ഓർക്കുന്നു. സുവിശേഷീകരണത്തിൽ സഭയ്ക്കൊരു ചുവടുകൂടെ മുന്നോട്ട് വയ്ക്കുവാൻ ഞങ്ങളുടെ കാലയളവിൽ കഴിഞ്ഞു എന്നത് ഇത്തരുണത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. വളർന്നു വരുന്ന തലമുറയോട് എനിക്ക് കൈമാറാനുള്ള സന്ദേശം പിതാക്കന്മാർ കാത്തുസൂക്ഷിച്ച ഉയർത്തിപ്പിടിച്ച പെന്തക്കോസ്തിന്റെ മൂല്യവും ദൈവവചന ഉപദേശവും വിശുദ്ധിയും വേർപാടും ഉയർത്തിപ്പിടിച്ച് സുവിശേഷീകരണത്തിലും മുന്നേറണം എന്നുള്ളതാണ്. ദൈവത്തിന്റെ വിശ്വസ്തത വരും തലമുറയോടുകൂടെ ഇരിക്കട്ടെ. ദൈവവചനത്തിൽ വായിക്കുന്നത് പോലെ ഈ ദൈവം എന്നുമെന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ദൈവസഭയ്ക്ക് എല്ലാ അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കോവിഡിന്റെ നാളുകളിലും ദൈവവചനത്തിൽ നിന്ന് നമ്മളോട് ഓൺലൈനായിട്ടും അല്ലാതെ നോർമൽ രീതിയിലും നമ്മോടൊപ്പം സംസാരിച്ച നമ്മുടെ മുമ്പിൽ ഒരു നിലമ്പൂർ തേക്ക് പോലെ നിന്ന PU ബെന്നി, പാസ്റ്റർ PU ബെന്നി. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നേക്ക് 70 വർഷങ്ങൾക്ക് മുൻപ് ദൈവിക ദർശനത്തോടെ ആരംഭിച്ച IPC ബോംബെ എന്ന സഭയെ അതിൻ്റെ എളിയ ആരംഭത്തിൽ നിന്ന് എളിയ ആരംഭങ്ങളെ തുച്ഛീകരിക്കാത്ത ദൈവം ഇന്നയോളം നിലനിർത്തി വളർത്തി അനുഗ്രഹിച്ച ദൈവിക വിശ്വസ്തതയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നു. നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവ് അത് തൻ്റെ നാളോളം തികയ്ക്കുന്നവനാണ്. IPC ബോംബെ എന്ന സഭയെ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും അറിയപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായി ദൈവനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ദേശത്തും
ചുറ്റുപാടുകളിലും സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്കായി പ്രയോജനപ്പെടുത്തി വരുന്ന ദൈവിക വിശ്വസ്തതയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദർശനത്തോടെ ഈ സഭയ്ക്ക് ആരംഭമിട്ട് അതിനെ നടത്തിയ മുൻപിതാക്കന്മാർ പലരും ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. ഇന്ന് ഈ സഭയ്ക്ക് ഈ കാലഘട്ടത്തിൽ നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ സഭയോട് ചേർന്ന് ആരാധിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ സഭയിലെ ശുശ്രൂഷകൻ എന്ന നിലയിൽ 4 വർഷം ദൈവജനത്തോട് ചേർന്ന് ജീവിപ്പാൻ, ശുശ്രൂഷിപ്പാൻ, സന്തോഷിപ്പാൻ കർത്താവ് തന്ന അവസരത്തെ ഞാൻ വളരെ അഭിമാനത്തോടെ ഓർക്കുകയും ഒരു പദവിയായി കണക്കാക്കുകയും ചെയ്യുന്നു. 70-ാം വർഷം സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ദൈവസഭയ്ക്ക് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എൻ്റെ ശുശ്രൂഷ കാലയളവിൽ IPC ബോംബെയുടെ ശുശ്രൂഷകനായി ശുശ്രൂഷിച്ച കാലയളവ് എനിക്ക് വളരെ വിലപ്പെട്ടതും മറക്കുവാൻ കഴിയാത്ത ഒട്ടനവധി അനുഭവങ്ങളും അറിവുകളും പകർന്നു തന്ന ഒരു സമയമായിരുന്നു. ദൈവജനത്തിൻ്റെ എല്ലാ സ്നേഹത്തെയും ഞാൻ ഇന്നും നന്ദിയോടെ ഓർക്കുന്നു. ഈ 70 വർഷം കർത്താവ് ദേശത്ത് തൻ്റെ ജനത്തെ നിലനിർത്തിയല്ലോ. ഇനിയും അടുത്ത തലമുറയ്ക്ക് ആ പുലർത്തിപ്പോകുന്ന ഇന്നുവരെ നിലനിർത്തിപ്പോരുന്ന ആ ആത്മീക പാരമ്പര്യം, ആ ലെഗസി മുന്നോട്ട് കൊണ്ടുപോകുവാൻ പുതിയൊരു തലമുറയെ ദൈവം ഒരുക്കട്ടെ. ദർശനമുള്ളവരായി ദേശത്ത് കർത്താവിന് സാക്ഷികളായി നിൽക്കുവാൻ ദൈവം സഭയെ പിന്നെയും ശക്തിയോടെ ഉപയോഗിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ അവിടെ ശുശ്രൂഷിക്കുന്ന കർത്തൃദാസനും ചുമൽ കൊടുക്കുന്ന എല്ലാ ഭാരവാഹികൾക്കും, അവിടെ ദൈവത്തെ ആരാധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, മുൻ ശുശ്രൂഷകൻ എന്ന നിലയിൽ കുടുംബമായി ഇത്തരുണത്തിൽ ഞങ്ങളുടെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊള്ളുന്നു. ദൈവസഭയെ അനുഗ്രഹിക്കട്ടെ, വളർത്തട്ടെ, ദൈവനാമ മഹത്വത്തിനായി നിലനിർത്തട്ടെ എന്ന് ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഈ വീഡിയോയിലൂടെ ദൈവ ജനത്തെ ഗ്രീറ്റ് ചെയ്യുവാൻ അടിയന് ലഭിച്ച നല്ല സമയത്തെ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. തല്ലും തലോടലുമായിട്ട് നമ്മെ സ്നേഹിക്കുന്ന ദൈവദാസൻ നമ്മുടെ മുമ്പിലുണ്ട്. ദൈവത്തിൻ്റെ ആഴത്തിൽ നമ്മളോട് സംസാരിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോ കുടുംബത്തിൻ്റെയും ഓരോ സ്പന്ദനങ്ങളും തിരിച്ചറിഞ്ഞ് നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടതൊക്കെ അതിൻ്റേതായ ഓരോ ഭവനത്തിനും വേണ്ടത് അതിൻ്റേതായ സമയങ്ങളിൽ പറഞ്ഞു തരികയും എത്തിച്ചു തരികയും ആത്മീയവും ഭൗമികമായ നന്മകൾ തന്ന് സഹായിച്ചിട്ടുള്ള ദേവദാസനാണ് പാസ്റ്റർ വിജയ് തോമസ്. ബഹുമാന്യ ദേവദാസനെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ അവസരത്തിൽ ക്ഷണിക്കുന്നു. 5 മിനിറ്റ് കൺക്ലൂഡിങ് മെസ്സേജായിട്ട് സംസാരിക്കാം. അതിനുശേഷം ടെക്നിക്കൽ ബുദ്ധിമുട്ട് കൊണ്ടാണ് പാസ്റ്റർ KM വർഗീസിന്റെ വീഡിയോ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇനി പ്രത്യേകിച്ചൊന്നും പറയേണ്ടതായിട്ടില്ല. ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. മറ്റ് ദൈവത്തിൻ്റെ ദാസന്മാരൊക്കെ ഓർമ്മിപ്പിച്ചതുപോലെ എന്നും വളരെ അഭിമാനത്തോടു കൂടെയാണ് ഞാൻ നിങ്ങളെ ഓർക്കുന്നത്. मैं हमेशा बड़े गर्व के साथ चेंबूर IPC चर्च के विश्वासियों को याद करता हूं. और जैसा मैंने कल बताया, पूरा 6 साल, यानी एक दिन आगे भी नहीं पीछे भी नहीं, पूरा 6 साल वहां पर मेरी पत्नी के साथ मैं रह चुका हूं. और आप सबके प्यार, मोहब्बत और ये सब कभी भूल नहीं सकते हम. और मुझे अभी भी याद है जिस दिन हम लोग जा रहे थे वहां से, कल लिली आंटी ने, लिली सैमुअल, रेचल सैमुअल, राइट, यू आर रेचल सैमुअल, या रेचल सैमुअल ने कल याद किया. उनका दामाद टोनी ने एक फेयरवेल सॉन्ग कंपोज करके
हमारे फेयरवेल मीटिंग में पूरे टीम को क्वायर टीम को सिखा के उस दिन गाया, और मुझे याद है लगभग सारे लोगों के आंखों में से आंसू गिरी वहां पे, और इतना प्यारा समय था। और परमेश्वर हमेशा आप सबों को आशीषित रखें, यही मेरी प्रार्थना रहेगी। और अभी जो पास्टर आपके साथ है, उनकी सेवकाई को परमेश्वर और भी आशीषित रखें, ये मेरी प्रार्थना है। और जैसे मेरे टाइम पे फर्स्ट जनरेशन के काफी लोग थे, तो उनके साथ भी जो फेलोशिप मुझे मिली, मैं उसको भी बहुत महत्वपूर्ण समझता हूँ। और परमेश्वर हमेशा आप सबों को आशीषित रखे। 6 വർഷം നമ്മളോടൊപ്പം ശുശ്രൂഷ ദേവദാസന് തൊട്ട് മുമ്പായിട്ട് 6 മാസം ശുശ്രൂഷിച്ച ദേവദാസൻ പാസ്റ്റർ KM വർഗീസിന്റെ സന്ദേശം നമുക്ക് ശ്രമിക്കാം. Praise the Lord. It's my privilege and honor to be a part of the Platinum Jubilee celebration of IPC Chembur, Bombay. On this special occasion, I would like to remember all the pioneer members of the church whom God used to start IPC Chembur. IPC Chembur Church continues to maintain a special status among the churches and in the society. My relationship with the church goes back to the early 1970s. It was during the pastorship of late Pastor K.B. Kurian and family who hosted me in his parsonage for a few months as I was waiting and preparing for my early ministry with IPC Northern Region. Also, I would like to thank God and the church for the privilege we received to serve as the pastor of IPC Chembur in the early 90s. It is noteworthy to state the special love and care the church extended to us during our short time there. The major purposes of the church are 3. 1. To exalt or worship God. 2. To edify the church or build up one another. 3. To evangelize the world or be a living witness of Jesus Christ. On this Platinum Jubilee celebration, may God bless us and help us to rededicate ourselves to carry out these purposes in and through our lives. വളരെ പഴയ പാട്ടുകൾ പാടും ദേവദാസനായിരുന്നു അദ്ദേഹം. ഇപ്പോൾ നമ്മളെ ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ ദേവദാസൻ പാസ്റ്റർ സ്റ്റാൻലി അലക്സിന് നമ്മളോട് പറയാനുള്ളത് എന്താണെന്ന് ഈ അവസരത്തിൽ നമുക്ക് കേൾക്കാം. ഇനി ഒരു 1.5 കൊല്ലം കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പം തൽക്കാലം ഒന്നും പറയുന്നില്ല. പക്ഷെങ്കിൽ ഞാൻ ഇവിടെ വന്ന സമയത്ത്, ഇവിടെ വരുന്നതിന് മുമ്പ് ഉണ്ടായ ഒരു അനുഭവം പറയാം. ഇതിനോട് ബന്ധപ്പെട്ട ഡിസംബർ 2022 മെയ് 1-ാം തീയതിയാണ് ഞാനിവിടെ ചാർജ് എടുക്കുന്നത്. മെയ് 1-ാം തീയതി 2022 മെയ് 1-ാം തീയതി. അപ്പോൾ ഒരു മാർച്ചോടുകൂടി എനിക്ക് കൺഫർമേഷൻ കിട്ടി. ജനുവരി തന്നെ എന്നെ വിളിച്ചറിയിച്ചു പാസ്റ്ററായിട്ട് തിരഞ്ഞെടുത്തു എന്നുള്ളത്. ഞാൻ പാസ്റ്ററാണെന്ന് അറിഞ്ഞത്, IPC ബോംബെയുടെ പാസ്റ്ററാകാൻ പോവുകയെന്ന് അറിയുന്ന രാത്രി 12 മണിക്ക്
നല്ല ഉറക്കത്തിലാണ് വിളിച്ചുണർത്തി പറയുന്നത്, എൻ്റെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു നിന്നെ ബോംബെയിലെ പാസ്റ്ററായിട്ട് തിരഞ്ഞെടുത്തു. ഞാൻ ആന്ന് വെച്ച് തിരിഞ്ഞാൻ കിടന്നു. പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോഴേ എനിക്ക് പോലും ശരിക്കും ഒരു ഓർമ്മ വന്നു. നല്ല തണുപ്പത്തായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് പിന്നെ എന്നോട് പലരും വിളിച്ച് അപ്രിഷിയേറ്റ് ചെയ്തു തന്നെ. ഇങ്ങനെ PC ബോംബെയുടെ പാസ്റ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അപ്രിഷിയേറ്റ് ചെയ്തു. അപ്രിഷിയേഷൻ കഴിഞ്ഞ് പിന്നെ പറയുന്നതെല്ലാം ഭയങ്കര പേടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. എടാ, അത് സയൻറ്റിസ്റ്റുമാരൊക്കെ ഉണ്ടായിരുന്ന സഭയാ, നീ ഒത്തിരി സൂക്ഷിക്കണം എന്നൊക്കെ പറയും. എന്നിട്ട് കുറേ ഉപദേശം തരുമായിരുന്നു. അതിലെനിക്ക് കിട്ടിയ ഒരു ഉപദേശം, ഇനി നീ ഒരിക്കലും കൈലി കൊടുക്കരുതെന്നായിരുന്നു. ഞാൻ വെറുതെ പറഞ്ഞില്ല കേട്ടോ, സത്യമായിട്ട്. അല്ലേ നിങ്ങൾ എൻ്റെ ഭാര്യ സാക്ഷിയായിട്ടിരിപ്പുണ്ട്. അയാൾ പറഞ്ഞു നീ ഇനി കൈലി കൊടുക്കരുത്. എൻ്റെ ഭാര്യയോടും പറഞ്ഞ നീയും നൈറ്റി ഇടരുത്. ഞാൻ 13-ാമത്തെ വയസ്സിൽ കൈലി കൊടുത്ത് തുടങ്ങിയ ആളാണ്. എനിക്ക് ആ ഉപദേശം എന്താണെന്ന് പോലും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ചോദിച്ചു അതെന്നാ കൈലി കൊടുത്തത് എന്നാ പ്രശ്നം? അപ്പം പറഞ്ഞല്ല, ബോംബെയിലെ ആ കൾച്ചർ വെച്ച് കൈലി കൊടുക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് നീ ഒരു നൈറ്റ് പാൻ്റൊക്കെ വാങ്ങിച്ചിടണം. എൻ്റെ ഭാര്യയോട് ഒരു നൈറ്റ് ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ പറയണമെന്ന്. എൻ്റെ ഭാര്യ ഡൽഹിയിൽ പോയി 2 നൈറ്റ് ഡ്രസ്സ് എടുത്തു. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നാലും അവിടെ ചെല്ലട്ടെ, ചെന്നിട്ട് നമുക്ക് നോക്കാമെന്ന്. ഞാൻ ബോംബെ വന്ന് ഇറങ്ങിയേച്ച് എൻ്റെ കൂടെ ആദ്യം എബിസഞ്ചാൻ VT-യിൽ സാധനം എടുക്കാൻ വന്നു. എൻ്റെ ലഗേജ് എടുക്കാൻ വന്നപ്പം അച്ഛൻ ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല, ഞാനൊരു ചോദ്യം ചോദിച്ചു, അച്ഛാ ഇവിടെ കൈലി കൊടുക്കാവോ എന്ന് ചോദിച്ചു. ഈ സഭ കൈലി കൊടുക്കുന്നതിന് കുഴപ്പമാണ്. അച്ഛൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, പാസ്റ്റർ കൊടുത്തു. എന്നാലും എനിക്കൊരു ഭാരം ഉണ്ടായിരുന്നു. പക്ഷെ വീടുകളിൽ ചെന്നപ്പോഴാണ് സമാധാനമായത്. ഒത്തിരി കൈലി കൊടുക്കുന്നവരെ കണ്ടു. അതിലേറ്റവും സന്തോഷം മത്തായിച്ചാൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ്. മത്തായിച്ചാൻ കൈലി ഉടുക്കുക മാത്രമല്ല, എന്നെ കൈലി ഉടുപ്പിക്കും. പോരുതനം വരെ എന്നോട് പറയും മാസ്റ്റർ ഇന്ന് ഈ കൈലി കൊടുത്തുകൊണ്ട് വിടുന്നോളാം. അപ്പൊ അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. പിന്നെ ഇത്രയും നാളത്തെ അനുഭവം എല്ലാം വളരെ സന്തോഷപ്രദമായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ കൈലി കൊടുക്കുന്നതിൻ്റെ പ്രഭാവത്തിലാണ്. ഒരിക്കൽ ഡാനിയേൽ വരെ കൈലി കൊടുത്തു. അങ്ങ് താഴെ വരെ എത്തിയില്ലെന്നേ ഉള്ളൂ, ആ നീളമില്ലാഞ്ഞുണ്ട്. പക്ഷെ അവന് കൊടുത്ത് കണ്ട് അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബാക്കിയുള്ള അനുഭവങ്ങളൊക്കെ ഞാൻ പിന്നീട് പങ്കുവയ്ക്കാം. എന്നാൽ ഇത്രത്തെ നാളത്തെ അനുഭവം ദൈവകൃപയാൽ വളരെ സന്തോഷമായിരുന്നു. വെള്ളക്കൈലി കൊടുത്തില്ലായിരുന്നേ, ലുങ്കി. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവം സഹായം. നമ്മുടെ സെഷൻ ഏകദേശം അവസാനിക്കാറായി. നമുക്ക് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കഴിഞ്ഞ 70 വർഷങ്ങളിൽ കർത്താവ് നമ്മളെ പരിപാലിച്ചു, സൂക്ഷിച്ചു. ദൈവത്തിന്റെ നന്മകളെ ഓർത്ത് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നലെ രാത്രി മുതൽ ഈ സമയം ഉച്ച സമയം വരെ നാം പല അനുഭവങ്ങൾ നാം കേട്ടു. നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് പലരെയും വീഴുന്നു ഞാൻ കണ്ടു. കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തിയ ദൈവം അവന്റെ കൃപകളെ ഈ പകൽക്കാലം ഒന്ന് ഓർത്താട്ട്. പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നു, കഴിഞ്ഞ കാലം ഓർക്കുമ്പോൾ ഇതിനൊന്നും യോഗ്യനല്ലേ, ബലഹീനനാമേഴ എന്നെ ബലത്തോടെ നിർത്തിയല്ലോ. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുകയെ, നമ്മിൽ ഭക്തന്മാർ, നമ്മിൽ ശക്തന്മാർ നമ്മെ നടത്തിയ വഴികളെ ഒന്ന് ഓർത്താട്ടെ. നാം അനേക സാക്ഷ്യങ്ങൾ നാം കണ്ടു കേട്ടു. അതെല്ലാം ഒന്ന് ചിന്തിച്ചേ. നാം ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഈ 70-ാമത്തെ വർഷത്തിൽ IPC ബോംബെയായി നാം ദിവസത്തിലായിരിക്കുമ്പോൾ നമ്മളെ നടത്തിയ ദൈവം
നമ്മുടെ പിതാക്കന്മാരെ നടത്തിയ ദൈവം, നമ്മുടെ കുഞ്ഞുങ്ങളെ നടത്തിയ ദൈവം, നമ്മെ നടത്തിയ ദൈവം നാളെയും നടത്തുവാൻ ശക്തനാണ്. പാട്ടുകാരോട് ചേർന്ന് നമുക്ക് പാടാൻ കഴിയുമോ? കഴിഞ്ഞ കാലം ഓർക്കുമ്പോൾ ഞാൻ ഇതിനൊന്ന് യോഗ്യനല്ല, ബലഹീനനാമേഴെ എന്നെ കർത്താവേ നീ ബലത്തോടെ നടത്തിയല്ലോ. നമുക്ക് ചേർന്ന് പാടി എല്ലാവർക്കും കഴിയുമെങ്കിൽ എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്നട്ടെ. നാം ഈ സെഷന്റെ അവസാനത്തോട്ട് കടന്നു വന്നിരിക്കുന്നു. ആ ഒരു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവേ, കഴിഞ്ഞ കാലം ഞങ്ങൾ ഓർക്കുന്നു, ഞങ്ങൾ നടത്തിയ പിതാക്കന്മാരെ ഞങ്ങൾ ഓർക്കുന്നു, ഞങ്ങൾ നടത്തിയ ദേവദാസന്മാരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഇപ്രകാരം ഇന്നോ ആയിരിക്കുന്നത് ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ മിടുക്കോ ഞങ്ങളുടെ പുണ്യപ്രവൃത്തിയോ ഒന്നുമല്ല കർത്താവേ. നിന്റെ ദയ, നിന്റെ കരുണ, നിന്റെ കൃപ ഒന്ന് മാത്രമെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ കാലം ഞാൻ
കർത്താവ് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നീ ഞങ്ങളെ നടത്തിയ വിധങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പിതാക്കന്മാരെ ഓർത്ത ദൈവം, ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത ദൈവം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത ദൈവം. കർത്താവേ, നീ സഭയായി നീ ഞങ്ങളെ ഈ 70 വർഷം നീ ഞങ്ങളെ പരിപാലിച്ച നിന്റെ മഹാകരുണ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ്, നിന്റെ സ്നേഹം രുചിച്ചറിയുവാൻ നീ ഞങ്ങളെ സഹായിച്ചുവല്ലോ. നിന്റെ കൃപകളെ ഓർക്കുവാൻ നീ ഞങ്ങളെ സഹായിച്ചുവല്ലോ. കർത്താവേ, നീ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. എല്ലാവരും ഒരു നിമിഷം ഇരുന്നാട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ വീഡിയോ ഒക്കെ ചെയ്ത് സഹായിച്ച നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് അത് കമ്പൈൽ ചെയ്ത ഇതൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന ആൾക്കാരുണ്ട്. ഒരുപാട് അധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ട്. പഴയ ഫോട്ടോകൾ ഒരുപാട് ഡിസ്പ്ലേ ചെയ്യുവാനായിട്ടുണ്ട്. അതൊക്കെ കളക്ട് ചെയ്തവരുണ്ട്. എന്നാൽ കളക്ട് ചെയ്തുകൊണ്ട് വന്നുകൊണ്ട് മാത്രമായില്ലല്ലോ. നമ്മുടെ എൻ്റെ ഇത് കിട്ടിയാൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നാടക ഇപ്പോൾ ഇത് തേങ്ങ കിട്ടിയെന്ന് പറഞ്ഞ പോലെ ഇരിക്കും. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അതെല്ലാം വളരെ നല്ല രീതിയിൽ അത് കാര്യങ്ങൾ ചെയ്തു. പ്രത്യേകിച്ച് സാമുവൽ ആൻസൺ ഇങ്ങനെ നിങ്ങളൊക്കെ ചെയ്തു ഓർത്ത് ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ അവസരത്തിൽ കെ എം സുരേന്ദ്രൻ അങ്ങളെ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. എന്നാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾ ഒരു 2 മിനിറ്റ് ഇവിടെ ഇരിക്കണം. സിൽവിയ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യുന്നതാണ്. ഒരു കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങൾ ഇവിടെ സീറ്റിൽ തന്നെ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കാം. തലയോടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹവാനും പരിശുദ്ധനുമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗ നല്ല കർത്താവേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹീയമായ ഈ പകൽക്കാലത്തിനാണ് ഞങ്ങളോട് ചോദിക്കുന്ന കർത്താവേ. കഴിഞ്ഞ രാത്രി പകൽക്കാലം അടിയങ്ങൾ ആരാധനയ്ക്ക് ശേഷം ബോംബെയിൽ നിന്ന് കടന്ന് ക്ഷേമത്തോടെ അടിയങ്ങളെ കർത്താവ് കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിന് മഹാകരുണയ്ക്കായി മഹാദയക്കായി ദൈവത്തിൻ്റെ പരിപാലനത്തിനായ ദൈവത്തെ സ്തുതിക്കുന്ന അതാ. ഹല്ലേലൂയ. കർത്താവെ, കഴിഞ്ഞ 70 വർഷക്കാലം കർത്താവെ ചെമ്പൂർ സഭയെ നയിച്ചതായ ദൈവ ആ വിവരങ്ങളൊക്കെയും കേൾപ്പാനും കേൾക്കാനൊക്കെയും കർത്താവ് സഹായിച്ചല്ലോ. ദൈവം അതിനെപ്പറ്റിയുള്ള ഡോക്യുമെൻ്ററി ഒക്കെയും നമ്മൾ കാണാൻ സാധ്യതയെല്ലാം കർത്താവിൻ്റെ കരുണയാണ്, കർത്താവിൻ്റെ കൃപയാണ്. ദൈവമേ, കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവെ. അതിൻ്റെ എല്ലാ ഭാരവാഹികളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഇന്നലെ കർത്താവെ ഒരുവിളിയിൽ നിന്ന് കടന്ന ദൈവദാസനും കൂടി കേട്ടതായ വചനങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്ന് പകൽക്കാലം പുതിയ ആൻറ്റിയും ദൈവമേ കർത്താവെ കഴിഞ്ഞ 70 വർഷത്തെ പറ്റിയൊക്കെ പറയാനും ഇടയായല്ലോ. എല്ലാം കേട്ട് ദൈവത്തിന് സ്തുതിപ്പാനൊക്കെ വേണം കർത്താവ് സഹായിച്ചു. ദൈവമേ, രണ്ടുപേരെയും ഓർത്ത് പ്രത്യമായി പ്രാർത്ഥിക്കുക. വേണ്ട ആരോഗ്യവും ബലവും അവർക്ക് കൂടുതൽ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണം പ്രാർത്ഥിക്കുന്നു. അതാ. ഹല്ലേലൂയ. ദൈവമേ, ചെമ്പൂർ സഭയെ വീണ്ടും അനുഗ്രഹിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രത്യേകമായിട്ട് കർത്താവെ അടിയങ്ങൾ ക്ഷണം അനുസരിച്ച് കടന്നു വന്ന വിജയ തോമസ് പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കും. കഴിഞ്ഞു 6 വർഷക്കാലം അടിയങ്ങളോട് ചെമ്പൂർ സഭ
ദൈവം നെയ്പ്പാൻ്റെ ഗുണം ദാസനെ ശക്തീകരിച്ച ദൈവത്തിൻ്റെ മഹാകരുണയോർത്ത് മഹാദയോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ഇവിടെ നടക്കാനിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പകൽക്കാലം നടക്കുന്ന എല്ലാ ശുശ്രൂഷയും രാത്രികാലം കർത്താവ് അടികൾ സഹായിക്കുമാറാകണമേ. കർത്താവെ, നാളെ പകൽക്കാലം അടികൾ വീണ്ടും എല്ലാം ക്ഷേമമായിച്ചതിന് ശേഷം വൈകിട്ട് സന്തോഷത്തോടെ കടന്നു പോകാൻ കർത്താവ് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അവസരം കർത്താവ് ഒരുക്കി തന്ന ആ ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായി കർത്താവെ, അവിടെ ദൈവത്തിൻ്റെ വചനം എത്ര ശ്രേഷ്ഠമാണ് കർത്താവെ. 1 Corinthians 11:11 വായിക്കുന്നു. ഹല്ലേലൂയ. എല്ലാത്തിലും വലിയ സ്നേഹം തന്നെ കർത്താവെ. വിശ്വാസവും പ്രത്യാശയും ഉണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. എല്ലാത്തിനും ഏറ്റവും വലുത് സ്നേഹം തന്നെ. ആ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് കർത്താവ് ഇന്നിവിടെ കാണുന്നതെല്ലാം ദൈവത്തിൻ്റെ ആ മഹാകരുണ മഹാദയ. ആ ദൈവത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. വീണ്ടും സഭയെ ഓർത്ത് പ്രാർത്ഥിക്കർത്താവ് സഹായിക്കുമാറാകണമേ. സഭയിലെ ദൈവം നയിക്കുന്ന ദൈവദാസനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കർത്താവ് സഹായിക്കണമേ, അനുഗ്രഹിക്കുമാറാകണമേ. ഇങ്ങനത്തെ ദിവസം കർത്താവ് ഒരുക്കി തന്നല്ലോ. വീണ്ടും ദൈവസേവക്കാരെങ്കിലും ഏൽപ്പിക്കുന്നു. കർത്താവ് പ്രാർത്ഥന ജാലിന് കെട്ടിക്കുന്ന സ്തോത്രം. 2 or 3 പേരുണ്ടാവത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മത്തത്തിലുള്ള കർത്താവ് അടികൾ മത്തത്തിലുള്ള സ്തോത്രം. അടികളെ പ്രാർത്ഥന കെട്ടിക്കുന്ന സ്തോത്രം. സകലമാനം മൊത്തൻ്റെ പൊന്നു കർത്താവിനിരിക്കട്ടെ. യേശു ധന്യമുള്ള നാമത്തെ അടികളെ അപേക്ഷിക്കുന്നു. കരുണ തോന്നി കേൾക്കുമാറാകണമേ. Praise God. So I have a very special program which is planned right now. अभी जितना टाइम हमने स्पेंड किया, आई थिंक बहुत सारे यूथ्स ने हमारा चर्च का हिस्ट्री सीखा और हमने बहुत कुछ अबाउट द पास्ट सीखा है. बट नाउ इज द टाइम टू लर्न अ लिटिल मोर अबाउट द यूथ्स. दिस इज अ सिंपल गेम कॉल्ड गेस हु दिस इज. तो इसमें मैंने हमारे यूथ से पिक्चर्स मांगे हैं, उनके बचपन के फोटोज, और वो यहाँ पे डिस्प्ले होंगे. आई एम रिक्वेस्टिंग व्हेन जब बच्चों के फोटोज जब आ रहे होंगे, दोज आर मोस्टली आवर यूथ्स, तो आई वुड रिक्वेस्ट एल्डर्स इफ यू ऑल कैन ट्राई टू गेस which youth is this. Not parents, yes, not parents specifically. Parents you will recognize, so please keep silent. बाकी जितने elders है they can guess. And जब elders का फोटो आएगा, I would request the youths to guess. Elders का unfortunately we couldn't get baby photos क्योंकि उनके पास baby photos नहीं है उनके, तो उनके young days के photos है. तो जितना हम लोग collect कर पाए उससे we are going to be playing this game. Game का नाम है पहचान कौन. Okay, so ये थोड़ा सा unclear है. Yes, good. 7 भैया. Can anybody guess who this is? No. Next photo, one more photo. No. You. Yeah? Yes, yes. Levi. That is Levi. कौन है? लेवी खुद नहीं पहचान पा रहा अपने आप को. ठीक है, we'll move on to the next. Okay, now this is an elder member. Okay, you need to guess who this is. You are perfectly right. Next photo. This is her young days photo and that is her school days photo. That was perfect guess. Okay, next photo. Okay, guess who this is? This is also not elder, but like young, yeah. Not youth, but no. Manish. And the next photo? Yes. Good. Okay. This is again an elder member. Once more. Youths, can you try to guess who this is? No. Not black. This is black and white photo. So black and white photo, you'll understand it's someone older. So can the youths try to guess? Are you able to guess anybody?
No. कौन है? Philip uncle. It is Philip uncle. It's a baby photo of Philip uncle. Okay. Move on. Next. Okay. This is someone from our church, but they're not here now. Jubi Didi. Very good. Yes. And the next photo? Jason Bhaiya. There. Who's this? Okay, next photo. Guess who this is? Yes, Anne. Perfect. Can you show that photo again? I think some people missed it. This is Anne. Yeah. Okay, next. Perfect. Chetan. That's Chetan. Who's this? Joel. Yes. Joel. Yeah. Sabu uncle. Yes, Lydia. The photo is little blurry. Jocelyn Didi. Yes. Perfect. Yes, Jomon uncle. That's Jomon uncle. Yeah, Jomon uncle. Okay, next. Are you able to tell? Okay, we'll show another photo. This is the younger sibling, the elder sibling. This is the elder sibling. Yes, Jobin Bhaiya. Jobin Bhaiya, Joycey, Jobin, and that's their son, Nathan. Jobin Bhaiya's son, Nathan. Yeah, next. Yes, Varghese Kollakombil uncle. Okay, are you able to tell this is also elder member? Okay, we'll show the next photo. This is the children of this member. Next photo. These are the children. Yes, Rosa sister, Sharon and Sharon. Yes. Who's this? Tracy, yes. Yeah, this is also young youth. Vinita, yes. That's Vinita. Next photo you show. That's Vincent Vinita. Who's this? Okay, next. Huh? Big Gavin. Okay, next. Who is this? Hey! You should have not said. Why did you say? Plebin Achacha. This is Plebin Achacha. Family members should not guess. You know your father. Guess who is this? Yes, that's me. Next. Ashwin. Yes, Ashwin. Ashwin. That is Ashwin Bhaiya. Guess who this is? Oh, and yes, Santosh uncle. Guess who this is? Elders? No, not David. No. 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 Joshua Philip. That's Joshua Philip. Prince. Prince. This is Prince. Next. Yeah, guess who this is? This is someone who's not in.
Steffi, yes, that's Steffi. Who's this cute girl? Is not actually frock. Yes, Evan है, उसका frock पहना है. Evan has submitted this photo. Evan. Okay. Next. Who this is? Who is this? David. Yes, perfect. David. This is an elder member. Youths try to guess. Can the elders not now? Okay. Youths. Wait. Let the youths try. Come on. वहाँ पे. नहीं, not Matai uncle. Achunguni uncle. Yes, that's Achunguni uncle. This is again a youth. No, not Joel. Joel we already guessed. Benjamin. Yes, Benjamin. Benjamin. Okay, this is again a youth. Ritu, yes. Oh, perfect guess. That's Ritu. This is an elder youth. Try to guess Shruth. Youth. Elia Marty. Yes, that's Elia Marty. Very pretty, really. So beautiful, Elia Marty looks. Yes. Okay, wait. Who is this? Answer. No. We'll show the next photo. Plus this. Bijo and Shiji Chechi. Next. Janice. You can see the face. Now next, yeah. Who's this? Samuel. Yes, that's Samuel. Who is this? No, not Joel is done. No, Sign is done. Huh? Abel, yes, Abel. That's Abel. That is Abel. Who is this? Yes, Anson, yes. Anson. Thoda sa zoom in. That is Anson. Who is this elder? Youths try to guess. Stanley uncle, yes. Perfect. Yeah, that's dad in the corner. Yeah. Next. Who is this? Anita aunty, yes. Next. Who is this youth? Daniel, yes. That's Daniel. This is also Diana Chechi, yes. Yeah, who is this? Guess. No, not Blessing. Okay, we'll show the next photo. Is it little more? Jojo Bhaiya. Perfect. That's Jojo Bhaiya. Yes. That's Jessley. Jojo and Jessley. Yeah. Next. Who is this? Yes. Purnima aunty. Next. Yeah. Put the next photo also. Yes. Blessing Bhaiya. Perfect. Yeah. Blessing Bhaiya. Yeah. Guess who this is? This is the daughter and the mom. Betsy and yeah, Betsy's mom. Yes. Okay. Guess who this is? Zoom in. You can zoom in a little bit. But it might be difficult. You can put the next photo. Sisters. Both of them are sisters. Ansi and Ajin. That's Ajin Didi.
and Senajan. Okay, guess who this is? Who is this? Dia? No, not Dia. Okay, next photo. They are sisters. Two sisters. Who? Caris and Crystal, yes. Caris and Crystal, yes. Next. Who is this? Zoom in. Ebison uncle. It's more clear on this screen than that screen actually. Yeah. So I think that's it. That's the end of the game. This was Pehchan Call. So now we'll have a photograph over here in this hall. So request everybody to stay where you are. We'll arrange for the photograph. After that, we'll be going for lunch. And after lunch at 2:30, everybody has to gather here in this hall for games. So we'll have games at 2:30. 4 o'clock is swimming pool. That pool time is from 4 onwards. 2:30 to 4 we'll have games. 1:30 is lunch. Right now we'll take a photograph. Okay, everybody can come to the stage. Oh, sorry. अच्छा, oh. वो निकालना पड़ेगा